ഹായ് ഓൾ. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഐ എം എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം യു ഓൾ ടു സാഗസ് ഇൻ ടു ക്ലാസ്. സോ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കോസ്റ്റിംഗിൽ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബുദ്ധിമുട്ടാണ്, എൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫോമുല കുറെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്താണ് നമുക്ക് ആ ടോപ്പിക് എന്ന് പറയാനായിട്ട് ചെറിയൊരു ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? എന്താ സാറേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, പക്ഷെ വളരെ സിമ്പിൾ കാര്യങ്ങളോടെ നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാം. അതായത് ബേസിക്കലി നമ്മള് വീട്ടിലൊരു സാമ്പാർ വെക്കാന്ന് വിചാരിക്കാം. ഈ സാമ്പാർ വെക്കുന്ന സമയത്ത് അതിൽ എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഉണ്ട് അല്ലെ? ഇത്ര വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഇത്ര സാമ്പാർ പൊടി, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇടും. പക്ഷെ ചില ദിവസം സാമ്പാറിന് നമ്മൾ വിചാരിക്കുന്ന ഓരോ ദിവസവും ഓരോ സ്വാദാണ് വരുന്നതെന്ന് വിചാരിക്കാം. എന്തുകൊണ്ടായിരിക്കും? ഒരു ദിവസം ഇട്ട ഇൻഗ്രീഡിയന്റ് അല്ല അടുത്ത ദിവസം ഇട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് കുറെ സ്വാദിൽ വ്യത്യാസം വരും അല്ലെ? സോ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുകൾ എന്തെങ്കിലും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 1,00,000 രൂപ ചെലവ് വരും. പക്ഷെ ആക്ച്വലി ചിലപ്പോ 1,50,000 1,10,000 വന്നേക്കാം, ചിലപ്പോൾ കുറവ് വന്നേക്കാം, 95,000 രൂപയൊക്കെ വന്നേക്കാം. അപ്പൊ ഒരു വാരിയൻസ് വരുന്നുണ്ട് അല്ലെ? 1,00,000 ചെലവ് വരും എന്ന് വിചാരിച്ചോടത്ത് നമുക്ക് 1,10,000 വന്നു. സോ ഈ 10,000 എന്തുകൊണ്ട് വന്നു, എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് മക്കളെ, നമുക്ക് അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ നോക്കിയാലോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബാക്കിയൊക്കെ വിട്ടേക്കും, നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ സാധനം വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാൻ നോക്കിയേക്കാം. ലെറ്റ്സ് സേ നമ്മള് ഒരു ചായക്കട നടത്തുന്ന ആളുടെ കഥയെന്ന് വിചാരിച്ചു. ഒരാളൊരു തട്ടുകട നടത്തുന്നുണ്ട്, ചെറിയൊരു വണ്ടിയിലൊക്കെ നടന്നിങ്ങനെ പരിപ്പോടെ കച്ചവടം ആളെന്ന് വിചാരിക്കാം. അപ്പം പുള്ളിക്കാരൻ മെയിനായിട്ട് ഈ പരിപ്പോടെ മാത്രമേ വിൽക്കുന്നുള്ളൂ കേട്ടോ. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? ഈ പരിപ്പോടെ മാത്രമേ പുള്ളിക്കാരൻ വിൽക്കുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഒരു പരിപ്പോട, ഓക്കെ, ഒരു പരിപ്പ് വട എന്ന് ഞാൻ മുഴുവൻ എഴുതുന്നില്ല കേട്ടോ, ഐ റൈറ്റ് PV. ഒരു പരിപ്പോട ഉണ്ടാക്കാനേ പുള്ളിക്കാരന് 10 ഗ്രാം 10 ഗ്രാം പരിപ്പ് വേണം. പരിപ്പിന് നമുക്ക് എന്ത് എഴുതാം? ദാലിന് എഴുതാം. ഓക്കെ, എളുപ്പത്തിന്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് പരിപ്പ് എന്ന് എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ആം, നമുക്ക് തൽക്കാലം 10 ഗ്രാം ദാലിന്ന് എഴുതാം. അതുപോലെ തന്നെ അപ്പൊ ആൾക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്താ? ദാല്. പിന്നെ ഒരു ഇൻഗ്രീഡിയന്റ് നല്ല പരിപ്പോടെങ്കിൽ നല്ല പച്ചമുളക് കടിക്കുമ്പോൾ നല്ല സ്വാദാട്ടോ. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ചില പരിപ്പോടെ കഴിക്കുമ്പോൾ നല്ല അങ്ങനെ ഇടയ്ക്ക് ഒരു പച്ചമുളകും കൂടെ കടിക്കണം. ആഹാ, അന്തസ്. സോ നമുക്കൊരു ഇൻഗ്രീഡിയന്റ് കൂടെ എടുത്താലോ? എന്താണ് ഇൻഗ്രീഡിയന്റ്? ഗ്രീൻ ചില്ലി പച്ചമുളക് കേട്ടോ. അതിന് ഞാൻ GC എന്ന് ഇനി പറയത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സേ ഒരു 5 ഗ്രാം പച്ചമുളക് വേണം. അപ്പൊ ഒരു പരിപ്പോട ഉണ്ടാക്കാൻ പുള്ളിക്കാരന് 10 ഗ്രാം പരിപ്പും വേണം, 5 ഗ്രാം ഗ്രീൻ ചില്ലിയും വേണം. 10 ഗ്രാം എന്ത് വേണം? പരിപ്പ് വേണം, 5 ഗ്രാം പച്ചമുളകും വേണം. ക്ലിയർ ആയോ മക്കളെ? ഇത് ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ശരി. നൗ ഇമാജിൻ, അപ്പൊ ഈ 10 ഗ്രാം ഇത് സാർ ഇത് കറക്റ്റ് കണക്കാണോ? 10 ഗ്രാം പരിപ്പാണോ ഒരു പരിപാടി ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് അറിയത്തില്ല. ചിലപ്പോ ശരിയായിരിക്കും, ചിലപ്പോ തെറ്റായിരിക്കാം. ഞാനൊരു എളുപ്പത്തിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേയുള്ളൂ കേട്ടോ. സോ 10 ഗ്രാം ദാലും 5 ഗ്രാം ഗ്രീൻ ചില്ലിയുമാണ് ഒരു പരിപ്പോട് ഉണ്ടാക്കാൻ വേണ്ടെന്ന് വിചാരിക്കാം. ഒരു പരിപ്പോട് ഉണ്ടാക്കാൻ വേണ്ടത്. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആക്ച്വലി അന്നത്തെ ദിവസം ആക്ച്വലി ഇന്ന് എത്ര പരിപ്പോട് ഉണ്ടാക്കി? 100 പരിപ്പോട് ഉണ്ടാക്കി. എത്ര പരിപ്പോട പുള്ളിക്കാരൻ ഉണ്ടാക്കി? 100 പരിപ്പോട പുള്ളിക്കാരൻ ഉണ്ടാക്കി. ഓക്കെ, 100 പരിപ്പോട പുള്ളിക്കാരൻ ഉണ്ടാക്കി. പക്ഷെ 100 പരിപ്പോട ഉണ്ടാക്കിയപ്പോ എത്ര ഈ പരിപ്പോട ഉണ്ടാക്കുമ്പോ ഓരോ പരിപ്പോടയും കറക്റ്റ് അളന്നിട്ടാണോ ഉണ്ടാക്കുക? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കടക്കാരി പരിപ്പോട അളന്നളന്ന് 10 ഗ്രാമും 5 ഗ്രാമും വെച്ചെടുക്കണമില്ല അല്ലെ? അവരെന്താ ചെയ്യുക? അവരൊരു ഉദ്ദേശം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കൈ എടുത്ത് ഇങ്ങനെ കുഴച്ച് എണ്ണയിലിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കും. ആണോ? അല്ലേ? സോ അദ്ദേഹം 100 പരിപ്പോട ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം 100 പരിപ്പോട ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഏകദേശം ഏകദേശം ആ, ദാല് ദാല് 1100 ഗ്രാം കൺസ്യൂം ചെയ്തു.
1100 ഗ്രാം ദാൽ അതിന് വേണ്ടിയിട്ട് ആള് എടുത്തു. 1100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ 100 ഗ്രാം. 1 കിലോ 100 ഗ്രാം ദാൽ ഓൾറെഡി അതിന് വേണ്ടി എടുത്തു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഫൈൻ. ഇനി ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി ഒരു 250 ഗ്രാം യൂസ് ചെയ്തു. ഗ്രീൻ ചില്ലി എത്ര ഗ്രാമാ യൂസ് ചെയ്തേ? 250 ഗ്രാം യൂസ് ചെയ്തു. ഓക്കെ, ഓക്കെ, ഫൈൻ. ആള് ഈ കച്ചവടം തുടങ്ങണേക്കാളും മുമ്പേ പുള്ളിക്കാരൻ ഒരു കണക്ക് വെച്ചായിരുന്നു. പുള്ളിക്കാരന്റെ ഒരു കണക്ക് പ്രകാരം പരിപ്പിന് മാർക്കറ്റില് ആള് പ്രതീക്ഷിക്കുന്ന വില കേട്ടോ. ആള് കച്ചവടത്തിന് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്ത് ആളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാം ദാലിന്റെ വില 2 രൂപ പെർ ഗ്രാം ആണ്. 1 ഗ്രാമിന് എത്രയാണ്? 2 രൂപ പെർ ഗ്രാം എന്നാണ് ആളുടെ എക്സ്പെക്ടേഷൻ. ക്ലിയർ ആയോ? 2 രൂപ പെർ ഗ്രാം എന്നാണ് ആളുടെ എക്സ്പെക്ടേഷൻ. ഇനി അതുപോലെ 1 ഗ്രാം ഗ്രീൻ ചില്ലിക്ക്, ഞാൻ ജി സി എന്ന് വിളിച്ചോട്ടെ, GC-ക്ക് 1 ഗ്രാം ഗ്രീൻ ചില്ലിക്ക് 1 രൂപ പെർ ഗ്രാം ആണ് ആളുടെ എക്സ്പെക്ടേഷൻ ആയിരുന്നത്. 1 രൂപ പെർ ഗ്രാം ആണ് എക്സ്പെക്ടേഷൻ ആയിരുന്നത്. ഇനി ആക്ച്വലി ആള് മാർക്കറ്റിൽ പോയി ഈ സാധനം മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോ 1 ഗ്രാം ദാലിന് ആള് വിചാരിച്ച പോലെ 2 രൂപയല്ല. 1 ഗ്രാം ദാലിന് 2 രൂപ 10 പൈസ. 2 രൂപ 10 പൈസ പെർ ഗ്രാം ആണ് വരുന്നത്. 1 ഗ്രാം ദാലിന് എത്രയാ വരുന്നത്? 2 രൂപ 10 പൈസ. നമുക്കൊന്നും വൃത്തിയായിട്ട് എഴുതാം അല്ലെ, ഭംഗിക്ക് എഴുതട്ടെ. 1 ഗ്രാം ദാലിന് എത്രയും മക്കളെ വരുന്നത്? 2 രൂപ 10 പൈസയാണ് വരുന്നത്. 2 രൂപ 10 പൈസ പെർ ഗ്രാം. 2 രൂപ 10 പൈസ പെർ ഗ്രാം ആണ് ഒരു ദാലിന് വരുന്നത്. ദാലിന്റെ വിലയാണ് 1 ഗ്രാം ദാലിന് 2 രൂപ 10 പൈസ വരുന്നുണ്ട്. ഗ്രീൻ ചില്ലിക്ക് 1 രൂപ പെർ ഗ്രാം ആണ് ആള് പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ പോയപ്പോ എത്രയായുള്ളൂ? 90 പൈസ പെർ ഗ്രാമേ ആയുള്ളൂ. 90 പൈസ പെർ ഗ്രാമേ ആൾക്ക് ചെലവ് വന്നുള്ളൂ. ആണോ? അപ്പൊ നമുക്ക് ഇയാളുടെ കഥ ഒന്ന് വിഷ്വലൈസ് ചെയ്താലോ? പുള്ളിക്കാരൻ പരിപ്പോട ഉണ്ടാക്കാനുള്ള ഒരു കണക്ക് ഉണ്ടാക്കി വെച്ചു. ആള് എന്താ വിചാരിച്ചു? ഒരു പരിപ്പോട ഉണ്ടാക്കാൻ 10 ഗ്രാം പരിപ്പ് വേണം. അതുപോലെ 5 ഗ്രാം പച്ചമുളകും വേണം. അത് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 1 ഗ്രാം പരിപ്പ് 2 രൂപയ്ക്ക് കിട്ടും. അതുപോലെ 1 ഗ്രാം പച്ചമുളക് 1 രൂപ പെർ ഗ്രാമിനും കിട്ടും. അദ്ദേഹം 100 പരിപ്പോട ഉണ്ടാക്കി. 100 പരിപ്പോട ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അദ്ദേഹം 100 പരിപ്പോട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയി. ഏകദേശം ആള് കുറച്ച് ദാല് മേടിച്ചു, ഗ്രീൻ ചില്ലി മേടിച്ചു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയേ? ദാലിന് 2 രൂപ വരുന്നു വിചാരിച്ചോടത്ത് 2 രൂപ 10 പൈസ വന്നു അല്ലെ. 2 രൂപ 10 പൈസ വന്നു. അതുപോലെ ഗ്രീൻ ചില്ലിക്ക് 1 രൂപ വരുന്നു വിചാരിച്ചോടത്ത് 90 പൈസയെ 1 ഗ്രാമിന് വന്നുള്ളൂ. എന്നിട്ട് ആള് പരിപ്പോട ഉണ്ടാക്കി. ഈ പരിപ്പോട ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായ മക്കളെ? പരിപ്പോട ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പുള്ളിക്കാരന് 1100 ഗ്രാം പരിപ്പ് ആള് യൂസ് ചെയ്തു 100 ഗ്രാം പരിപ്പോട ഉണ്ടാക്കാൻ. അതുപോലെ ഗ്രീൻ ചില്ലി 250 ഗ്രാമും ആള് യൂസ് ചെയ്തു. ക്ലിയർ ആയോ? മനസ്സിലായോ? നോ, ശ്രദ്ധിക്കാം. ഇതില് നമ്മൾ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുവരും? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുവരും നോക്കാം നമുക്ക്. ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആളുടെ ഒരു കണക്ക് പ്രകാരം ആൾക്ക് എത്ര ചെലവ് വരുന്ന പുള്ളിക്കാരൻ വിചാരിച്ചേ? എത്ര ചെലവ് വരുന്ന വിചാരിച്ചേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം വിചാരിച്ചത് 100 പരിപ്പോട ഉണ്ടാക്കാം അല്ലെ. 100 പരിപ്പോടക്ക് എത്ര ഗ്രാം ദാല് വേണമെന്നാണ് അദ്ദേഹം വിചാരിച്ചേ? എത്ര ഗ്രാം ദാല് വേണമെന്നാ വിചാരിച്ചേ? ഒരു പരിപ്പോട ഉണ്ടാക്കാനായിട്ട് എത്ര ഗ്രാമാ വേണ്ടേ? 10 ഗ്രാം ദാല് അല്ലെ. ഒരു പരിപ്പോട ഉണ്ടാക്കാൻ 10 ഗ്രാം ദാല്. അപ്പൊ 100 പരിപ്പോട ഉണ്ടാക്കാൻ എത്ര ഗ്രാം ദാല് വേണ്ടി വരുന്ന ആള് വിചാരിച്ചേ? ആളുടെ ബഡ്ജറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആളുടെ ബഡ്ജറ്റ് ഇതാണേ അല്ലെ. ലെറ്റ്സ് കോൾ ഇറ്റ് സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് അതിനെ. സ്റ്റാൻഡേർഡ് പ്രകാരം അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രകാരം 100 പരിപ്പോട ഉണ്ടാക്കാനേ 1 ഗ്രാം 10 ഗ്രാം ദാല വേണ്ടേ. 100 പരിപ്പോട ഉണ്ടാക്കാൻ 10 ഗ്രാം അല്ല, ഒരു പരിപ്പോട ഉണ്ടാക്കാൻ 10 ഗ്രാം ദാലാണ് വേണ്ടത്. ഒരു പരിപ്പോട ഉണ്ടാക്കാൻ 10 ഗ്രാം ദാല വേണ്ടേ. അപ്പൊ 100 പരിപ്പോട ഉണ്ടാക്കാൻ എത്ര ഗ്രാം ദാല് വേണം മൂപ്പർക്ക്? ദാൽ എത്ര വേണം? 100 പരിപ്പോടക്ക് കേട്ടോ. 100 പരിപ്പോടക്ക് 1 ഗ്രാമിന് ഒരു പരിപ്പോടക്ക് 10 ഗ്രാം ദാൽ വെച്ചിട്ട് 100 പരിപ്പോടക്ക് എത്ര ഗ്രാം വേണം മക്കളെ? 1000 ഗ്രാം. കറക്റ്റ് അല്ലേ? സോ ആളുടെ ബഡ്ജറ്റ് പ്രകാരം ആള് 1000 ഗ്രാം ദാല് വേണ്ടി വരുന്നതാണ് പ്രതീക്ഷിച്ചത്. കറക്റ്റ്. അതുപോലെ ഗ്രീൻ ചില്ലി എത്ര വേണമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചേ? ഒരു പരിപ്പോട ഉണ്ടാക്കാൻ 5 ഗ്രാം ഗ്രീൻ ചില്ലി വേണം. ഒരു പരിപ്പോട ഉണ്ടാക്കാൻ 5 ഗ്രാം ഗ്രീൻ ചില്ലി വേണം. ഓക്കെ. സോ 100 പരിപ്പോട ഉണ്ടാക്കാൻ എത്ര ഗ്രാം ഗ്രീൻ ചില്ലി വേണം മക്കളെ?
100 പരിപ്പോട ഉണ്ടാക്കാൻ ഒരു പരിപ്പോടയ്ക്ക് 5 ഗ്രാം വെച്ചിട്ട് 100 പരിപ്പോട ഉണ്ടാക്കാൻ എത്ര വേണം? 100 ഇൻറ്റു 5 500 ഗ്രാം വേണമല്ലേ? 500 ഗ്രാം നമുക്ക് എന്ത് വേണം? ഗ്രീൻ ചില്ലി വേണം, പച്ചമുളക് വേണം. ആണോ? ഇതായിരുന്നു പുള്ളിക്കാരന്റെ സ്റ്റാൻഡേർഡ്. ഇനി ഇദ്ദേഹം എന്താ വിചാരിച്ചേ? എത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്? 2 രൂപയ്ക്ക് മേടിക്കാന്നാണ്. ഈ സൈഡൊക്കെ ആക്ച്വൽ ആണ് കേട്ടോ. ഈ സൈഡ് ആക്ച്വലും ഈ സൈഡ് ഇദ്ദേഹത്തിന്റെ വിചാരവും. ഇത് വിചാരം, ഇത് ആക്ച്വൽ. ഓക്കെ, ശരി. ഇനി ഇദ്ദേഹം എത്ര രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ച പരിപ്പ്? 2 രൂപയ്ക്ക് മേടിക്കാം. 1 ഗ്രാമിന് 2 രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ 1000 ഗ്രാമിന് ഇദ്ദേഹത്തിന് എത്രയാവുമെന്ന് അദ്ദേഹം വിചാരിച്ചേ? 1000 ഗ്രാമിന് 2 രൂപ വെച്ചിട്ട് 2000 രൂപ ആണോ? 2000 രൂപ ആവുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് അല്ലെ? അതുപോലെ 500 ഗ്രാം മുളക് വേണം. അതിന് 1 ഗ്രാമിന് 1 രൂപ വെച്ചിട്ട് 500 ഗ്രാം ഇൻറ്റു 1 റുപ്പീസ് 500. 2500 രൂപ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ആണോ? ഇതാണ് ഇദ്ദേഹത്തിന്റെ ബഡ്ജറ്റ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ബഡ്ജറ്റ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇത്രയും ചെലവ് വരുന്ന വിചാരിച്ചല്ലേ? ഇനി നമുക്ക് അയാളുടെ കഥയ്ക്ക് പോവാ. പുള്ളിക്കാരന് ആക്ച്വലി എന്ത് ചെലവ് വന്നു? നോക്കിയേ നിങ്ങള്. ദാല് മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച് യൂസ് ചെയ്തു. എത്ര യൂസ് ചെയ്തു? 1100 ഗ്രാം ആള് യൂസ് ചെയ്തു അല്ലെ? 100 പരിപ്പോട ഉണ്ടാക്കാൻ 1100 ഗ്രാം യൂസ് ചെയ്തു അല്ലെ? സോ ആക്ച്വലി പുള്ളിക്കാരൻ 1100 ഗ്രാം 1100 ഗ്രാം അദ്ദേഹം എന്ത് ചെയ്തു? യൂസ് ചെയ്തു. 1100 ഗ്രാം പുള്ളിക്കാരൻ യൂസ് ചെയ്തു. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതെ. എത്ര രൂപയ്ക്ക് പുള്ളിക്കാരൻ മാർക്കറ്റിൽ പോയി മേടിച്ചത്? ഈ സൈഡ് നോക്കിക്കേ. എത്ര രൂപയ്ക്ക് മേടിച്ചേ? 2 രൂപ 10 പൈസക്കാണ് മേടിച്ചത് അല്ലേ? ആണോ? 2 രൂപ 10 പൈസക്കാണ് മേടിച്ചത്. കറക്റ്റ്. സോ 1100 ഗ്രാമിന് 2 രൂപ 10 പൈസ വെച്ചിട്ട് എത്ര രൂപ ചെലവ് വരിക? 1100 ഇൻറ്റു 2.1 2310 രൂപ പുള്ളിക്കാരന് ചെലവ് വന്നു. 2310 രൂപ ചെലവ് വന്നു. ആണോ? 2310 രൂപ പുള്ളിക്കാരന് ചെലവ് വന്നു. ഇനി ഗ്രീൻ ചില്ലി എത്ര ഗ്രാമ പുള്ളിക്കാരൻ ഉപയോഗിച്ചേ? ഗ്രീൻ ചില്ലി പുള്ളിക്കാരൻ എത്ര ഉപയോഗിച്ചത്? 250 ഗ്രാമാണ് ഉപയോഗിച്ചത് അല്ലെ? ആണോ? 250 ഗ്രാംസ് ആണ് യൂസ് ചെയ്തത്. സോ 250 ഗ്രാം പുള്ളിക്കാരൻ ഉപയോഗിച്ചു. എത്ര രൂപ കൊടുത്തിട്ടാ മേടിച്ച മാർക്കറ്റിൽ നിന്ന്? 1 രൂപ വേണ്ടി വന്നോ? ഇല്ല അല്ലെ? 90 പൈസ വേണ്ടി വന്നിട്ടുള്ളൂ. കറക്റ്റ്. 90 പൈസ പുള്ളിക്കാരന് വേണ്ടി വന്നുള്ളൂ. സോ 0.90. സോ എത്ര രൂപ കൊടുത്തു നോക്കിക്കേ? 250 ഇൻറ്റു 0.9 225 രൂപ കേട്ടോ മക്കളെ. 225 രൂപ. രണ്ടും കൂടെ ആഡ് ചെയ്ത് ആക്ച്വലി ആൾക്ക് എന്ത് ചെലവ് വന്നു? 2310 പ്ലസ് 225 2535. 2535 രൂപ അദ്ദേഹത്തിന് ചെലവ് വന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ എന്താ ഉണ്ടായ മക്കളെ? അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രകാരം ആൾക്ക് ചെലവ് വരേണ്ട എത്രയാ? 2500. ഇത് ആക്ച്വൽ ആണ് അല്ലെ? ആക്ച്വലി അദ്ദേഹത്തിന് വന്ന ചെലവാണ്. ചെലവ് എന്താ? 2535 രൂപ അദ്ദേഹത്തിന് ചെലവ് വന്നു. ആണോ? നഷ്ടമല്ലേ? നഷ്ടമാണോ അല്ലേ? ആണല്ലേ? 2500 ചെലവ് വരുന്ന വിചാരിച്ചോടത്ത് അദ്ദേഹത്തിന് 2535 രൂപ എക്സ്ട്രാ വന്നു. ആണോ? 2535 രൂപ വന്നു. കുറച്ച് എക്സ്ട്രാ എമൗണ്ട് വന്നു അല്ലെ? എക്സ്ട്രാ എത്ര എമൗണ്ട് വന്നു മക്കളെ? എക്സ്ട്രാ വന്ന ചെലവ് എത്രയാ? എക്സ്ട്രാ എക്സ്പെൻസ് എത്രയാ മക്കളെ? 2500 രൂപയാണ് ബഡ്ജറ്റ് ചെയ്തത്. 2535 വന്നു. സോ 35 രൂപ എക്സ്ട്രാ വന്നു. ആണോ? ഇതല്ലേ ഇദ്ദേഹത്തിന്റെ വാരിയൻസ്? 2500 ബഡ്ജറ്റ് ചെയ്തു. ആക്ച്വലി 2535 വന്നു. ദിസ് ഈസ് വാട്ട് യു കോൾ വാരിയൻസ്. ആണോ? നല്ല വാരിയൻസ് ആണോ? പൊട്ട വാരിയൻസ് ആണോ? നല്ല വാരിയൻസ് ആണോ? പൊട്ട വാരിയൻസ് ആണോ? പൊട്ടയാണല്ലേ? എന്തുകൊണ്ടാ? 2500 ചെലവ് വെച്ചു. പക്ഷെ 2535 ഒരു 35 രൂപ കൂടുതൽ ചെലവ് വന്നു. ആണോ? ഈ പൊട്ട വാരിയൻസ്, ഈ വാരിയൻസസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വാരിയൻസ് അനലൈസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെലവ് വരുന്നു ബഡ്ജറ്റ് ഇട്ടു, അല്ലെങ്കിൽ എന്ത് ചെലവ് വരുന്നു സ്റ്റാൻഡേർഡ് വെച്ചു, അതിനേക്കാൾ കൂടുതൽ ചെലവ് വന്നു, നഷ്ടമാണ്, വാരിയൻസ് വന്നു. അങ്ങനെ നമുക്ക് നഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ചെലവ് വരികയാണെങ്കിൽ അത്തരം വാരിയൻസുകളെ നമ്മൾ എന്ത് വാരിയൻസ് വിളിക്കാന്ന് അറിയോ? അഡ്വേഴ്സ് വാരിയൻസ്. എന്താ വിളിക്കുക മക്കളെ? അഡ്വേഴ്സ് വാരിയൻസ്. ക്ലിയർ ആയോ? സോ 35 രൂപ ഇദ്ദേഹത്തിന് അഡ്വേഴ്സ് വാരിയൻസ് വന്നു. സാറേ നല്ലതാണെങ്കിലോ? നല്ലതാണെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? ഫേവറബിൾ വാരിയൻസ്. ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ കുറവ് ചെലവേ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? ഫേവറബിൾ വാരിയൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. സോ ഇദ്ദേഹം ഇപ്പൊ വാരിയൻസ് കണ്ടുപിടിച്ചു. 35 രൂപ അദ്ദേഹത്തിന് എന്ത് വന്നിട്ടുണ്ട്? എക്സ്ട്രാ ചെലവ് വന്നിട്ടുണ്ട്. 35 രൂപ അദ്ദേഹത്തിന് എക്സ്ട്രാ ചെലവ് വന്നിട്ടുണ്ട്. ഓക്കെ. സോ അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തേ?
നമ്മളിപ്പോ ചെയ്തതിന്റെ പേരാണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. എന്താണ് ഇതിന്റെ പേര്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. എന്താണ് ഇതിന്റെ പേര്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഇത്രയേ ഉള്ളൂ സാറേ? ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ സാറേ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്? പറഞ്ഞുതരാം. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് നമ്മൾ എന്താ ചെയ്തേ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് നമ്മൾ എന്താ ചെയ്തേ? പരിപ്പോട 100 പരിപ്പോട ഉണ്ടാക്കാനേ നമ്മൾ എന്താ ചെയ്തപ്പോ 100 പരിപ്പോട ഉണ്ടാക്കാൻ എത്ര ദാല് വേണം നോക്കി അല്ലെ? അല്ലെങ്കിൽ എത്ര ഗ്രീൻ ചില്ലി വേണം നോക്കി ആണോ? എന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണോ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്താ ഇവിടെ? നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലെ? അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രകാരം 100 പരിപ്പോട ഉണ്ടാക്കണമെങ്കിൽ 10 ഗ്രാം ഒരു പരിപ്പോടയ്ക്ക് വെച്ചിട്ട് 1000 ഗ്രാം വേണം. വേണ്ടേ? ആ 1000 ഗ്രാമിന് അദ്ദേഹത്തിന്റെ പ്രൈസ് സ്റ്റാൻഡേർഡ് അദ്ദേഹം വിചാരിച്ചിരുന്ന പ്രൈസ് എത്രയാ? 2 രൂപ പെർ ഗ്രാം ആണ് അല്ലെ? സോ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ദാലിനെയും ഗ്രീൻ ചില്ലിനെയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഗ്രീൻ ചില്ലി വേണം വേണ്ടി വരുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ആള് ഫിക്സ് ചെയ്ത പ്രകാരം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആള് ഉദ്ദേശിച്ച വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആണോ? കറക്റ്റ് അല്ലേ? ആണോ? എന്നിട്ട് അപ്പൊ നമുക്ക് കിട്ടിയ അത് രണ്ടും കൂടെ കിട്ടുന്ന എമൗണ്ട് ആണ് 2500 അല്ലേ? ശരി. സോ വാട്ട് ഡിഡ് വി ഡു? നമ്മളൊന്നും ചെയ്തില്ല. അദ്ദേഹം എത്ര വേണ്ടി വരും എന്ന് വിചാരിച്ചോ അതിനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെ? ദാലിന്റെ കേസിൽ എത്രയാ? 1000 ഗ്രാം. ഗ്രീൻ ചില്ലിയുടെ കേസിൽ എത്രയാണ്? 500 ഗ്രാം. ആണോ? ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് പ്രൈസ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കിട്ടിയ ഫിഗർ ആണ് എന്ത്? നമ്മുടെ 2500. ഇവിടെ രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കേട്ടോ. 2500. അതിന് നമ്മൾ എന്താ കുറച്ചേ? എന്താ നമ്മൾ ആക്ച്വലി ചെയ്ത് നോക്കിയേ? ആക്ച്വലി പുള്ളിക്കാരന് എത്ര ഗ്രാം വേണ്ടി വന്നു? 1200 അല്ലെ? ആണോ? അതിനെ ആക്ച്വൽ പ്രൈസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്താ ചെയ്തേ? ആക്ച്വലി 250 ഗ്രാം നമ്മള് പച്ചമുളക് വേണ്ടി വന്നു. അതിനെ ആക്ച്വൽ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തിന്റെ സ്പെൻഡിങ് അല്ലെ? ആണോ? ഈ 2500ന്ന് ഈ 2535 കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 35 രൂപ വാരിയൻസ് വന്നത്. ആണോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്ത് നോക്കിയേ? ദാലിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വലി എത്ര കൺസ്യൂം ചെയ്തു അതിനെ ആക്ച്വൽ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? സോ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ക്ലിയർ ആയോ മക്കളെ? അപ്പോ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെന്താ? നമ്മുടെ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ? 100 പരിപ്പോട ഉണ്ടാക്കാൻ എന്ത് ചെലവ് വരുന്നു? പുള്ളിക്കാരൻ ബഡ്ജറ്റ് ചെയ്തായിരുന്നു അല്ലെ? ആണോ? 1000 ഗ്രാം ദാല് 2 രൂപ വെച്ചിട്ട് 2000. 500 ഗ്രാം പച്ചമുളക് 1 രൂപ വെച്ചിട്ട് 500. അങ്ങനെ 2500 ആണ് ചെലവ് വരുന്ന അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി എന്ത് ചെലവ് വന്നു? 1100 ഗ്രാമിന് 2 രൂപ 10 പൈസ വെച്ചിട്ട് എത്ര രൂപ വന്നു? 2310 വന്നു. 250 ഗ്രാമിന് 90 പൈസ വെച്ചിട്ട് 225 വന്നു. അങ്ങനെ ആക്ച്വലി ചെലവ് എത്ര വന്നു? 2535 വന്നു. കറക്റ്റ് ആണോ? സോ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എത്രയാ വന്നേ? 35 രൂപ ടോട്ടൽ വന്നു. ആണോ? ഇനി ദാലിന്റെ മാത്രം എത്രയാ വന്നേ? ദാല് 2000 രൂപ വരുന്നു വിചാരിച്ചു. പകരം 2310 വന്നു അല്ലെ? ദാലിന്റെ വാരിയൻസ് എത്രയാ? 310 രൂപ നഷ്ടമാണല്ലേ? 2000 വരുന്നു വിചാരിച്ചോടത്ത് 2310 വന്നു. സോ 310 രൂപ നമുക്ക് നഷ്ടമാണ്. അഡ്വേഴ്സ് വാരിയൻസ് ആണ് അല്ലെ? പൊട്ടയാണ് അല്ലെ? പക്ഷെ പച്ചമുളക് നോക്കിക്കാൻ മക്കളെ, 500 രൂപ വരുന്നു വിചാരിച്ചോടത്ത് എത്രയേ വന്നുള്ളൂ? 225 വന്നുള്ളൂ. 225 നമുക്ക് വന്നുള്ളൂ. ലാഭം അല്ലേ? എത്ര രൂപ ലാഭമുണ്ട്? 275 രൂപ ലാഭമാണ് അല്ലെ? ആണോ? സോ അതെന്താ? ഫേവറബിൾ വാരിയൻസ്. അതെന്ത് വാരിയൻസാ? ഫേവറബിൾ വാരിയൻസ് ആണ്. ഇത് നെറ്റ് ചെയ്യുമ്പോ എങ്ങനെയാ നെറ്റ് ചെയ്യുക? ഈ അഡ്വേഴ്സ് എന്ന് പറഞ്ഞാലേ അഡ്വേഴ്സ് നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കുക. ഫേവറബിൾ ആണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ +75 -310 ഇത് ചെയ്യുമ്പോ എന്താ കിട്ടുക? അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 310 എന്ന് 275 കുറയ്ക്കണം വേണ്ടേ? സോ 35 അഡ്വേഴ്സ് വരും. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ വാരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? നൗ സോ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക് കോസ്റ്റ് വാരിയൻസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ പരിപ്പുവടക്കാരന്റെ എക്സാമ്പിളിൽ നമ്മൾ എന്ത് പഠിച്ചു? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് പഠിച്ചു അല്ലെ? എന്താ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ 100 പരിപ്പോട ഉണ്ടാക്കാനായിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടായിരുന്നു. ആ ബഡ്ജറ്റിന് ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ? ആക്ച്വലി പുള്ളിക്കാരന് എന്ത് ചെലവ് വന്നു? അത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? ബഡ്ജറ്റും നമ്മുടെ ആക്ച്വലി തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ബഡ്ജറ്റ് നമ്മൾ എന്ത് വിളിക്കാം? നമുക്ക് തൽക്കാലം സ്റ്റാൻഡേർഡ് കോസ്റ്റ്.
ബഡ്ജറ്റിനെ എന്ത് വിളിക്കാം? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പൊ അദ്ദേഹം വിചാരിച്ച സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്തായിരുന്നു? 2500 ആക്ച്വൽ കോസ്റ്റ് എന്ത് വന്നു? 2535 വന്നു അല്ലെ? ആണോ? ആ ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചേ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെയാ മക്കളെ കണ്ടുപിടിച്ചേ? അദ്ദേഹം വിചാരിച്ചത് ഇത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വേണ്ടി വരുന്നു അല്ലെ? അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൈസും അദ്ദേഹം തീരുമാനിച്ചായിരുന്നു. 1000 ഗ്രാം ദാല് വേണ്ടി വരും 2 രൂപ വെച്ചിട്ട്. ആണോ? അതേ ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വലി ആൾക്ക് എന്താ കോസ്റ്റ് വന്നേ? 1100 ഗ്രാം 1100 ഗ്രാം ദാല് കൺസ്യൂം ചെയ്തു. എത്ര രൂപ വരെ ചെലവ് വന്നത്? 2 രൂപ 10 പൈസ അല്ലെ? അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതുപോലെ ദാലിന്റെയും പച്ചമുളകിന്റെയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തിട്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കിട്ടും. ആണോ? സോ ഫസ്റ്റ് വാരിയൻസ് നമ്മൾ പഠിച്ചു, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഇനി ഈ കോസ്റ്റ് വാരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കോസ്റ്റ് വാരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് പ്രൈസ് വാരിയൻസ്, ഒന്ന് എന്താ മക്കളെ? പ്രൈസ് വാരിയൻസ്. പിന്നത്തെ എന്താ മക്കളെ? യൂസേജ് വാരിയൻസ്. പിന്നത്തെ എന്താണ്? യൂസേജ് വാരിയൻസ്. സാറേ എന്താ പ്രൈസ് വാരിയൻസ്? നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോ എന്താ തോന്നണേ? പേര് കേൾക്കുമ്പോ എന്താ തോന്നണേ? പ്രൈസിൽ വന്ന വ്യത്യാസം അല്ലെ? പ്രൈസ് കൊണ്ട് വന്ന വ്യത്യാസം എന്താണെന്നുള്ളതാണോ? ഇദ്ദേഹം ഇദ്ദേഹം ദാലിന് എത്ര രൂപയാവുന്ന വിചാരിച്ചേ? 2 രൂപയാവുന്ന വിചാരിച്ചേ. ആക്ച്വലി എത്ര രൂപ വന്നു? 2 രൂപ 10 പൈസ വന്നു അല്ലെ? ആണോ? സോ പ്രൈസ് വാരിയൻസ് കാണുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. ദാലിനെ ദാലിന് ഈ കോസ്റ്റിൽ നമുക്ക് മൊത്തത്തിൽ ചെലവ് വന്നു അല്ലെ? എന്തുകൊണ്ടാണ് ചെലവ് കൂടാൻ കാരണം? രണ്ട് കാരണങ്ങളുണ്ട്. വിചാരിച്ച വിലയേക്കാൾ കൂടുതൽ വന്നു, വിചാരിച്ച വിലയേക്കാൾ കുറവ് വന്നു. അപ്പൊ പ്രൈസ് കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ 1000 ഗ്രാം വേണ്ടി വരുന്നു വിചാരിച്ചിടത്ത് 1100 ഗ്രാം വേണ്ടി വന്നു. അപ്പൊ വിചാരിച്ചേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി, കൂടുതൽ പരിപ്പ് ഉപയോഗിക്കേണ്ടി വന്നു അല്ലെ? ആണോ? അപ്പൊ രണ്ട് കാരണങ്ങളാണ്. വിചാരിച്ച വിലക്ക് പരിപ്പ് മേടിക്കാൻ പറ്റിയില്ല. അതുപോലെ 1000 ഗ്രാം ഉപയോഗിക്കേണ്ടടത്ത് 1100 ഗ്രാം യൂസ് ചെയ്തു. ആണോ? അതുപോലെ ഗ്രീൻ ചില്ലിയുടെ കേസിലോ 500 ഗ്രാം യൂസ് ചെയ്യേണ്ടടത്ത് 250 ഗ്രാമേ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതുപോലെ 1 രൂപ കൊടുത്ത് മേടിക്കേണ്ടടത്ത് 90 പൈസയെ വന്നുള്ളൂ. സോ പ്രൈസ് മാറിയതുകൊണ്ട് വാരിയൻസ് വന്നു, അതുപോലെ ഉപയോഗം മാറിയതുകൊണ്ട് വാരിയൻസ് വന്നു. അപ്പൊ പ്രൈസ് മാറിയതുകൊണ്ട് എന്താ വ്യത്യാസം വന്നത് മക്കളെ? ദാലേ എത്ര രൂപയാവുന്ന വിചാരിച്ചേ പുള്ളിക്കാരൻ എത്ര രൂപയാവുന്ന വിചാരിച്ചേ? നോക്കിക്കേ, 2 രൂപയാവുന്ന വിചാരിച്ചേ. എത്ര രൂപയായി? 2 രൂപ 10 പൈസയായി അല്ലേ? ആണോ? 2 രൂപയാവുന്ന വിചാരിച്ചോടത്ത് 2 രൂപ 10 പൈസയായി. അങ്ങനെ എത്ര ക്വാണ്ടിറ്റി ആള് മേടിച്ചു? എത്ര ക്വാണ്ടിറ്റി ആള് യൂസ് ചെയ്തു? 1100 ഗ്രാം യൂസ് ചെയ്തു അല്ലെ? ആക്ച്വലി 1100 ഗ്രാം കൊണ്ടല്ല ആള് പരിപ്പോട ഉണ്ടാക്കിയത്. ആണോ? അപ്പൊ അത്രയും കൺസ്യൂം ചെയ്തതിന് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് അല്ലെ? 2 രൂപ വരുന്ന വിചാരിച്ചോടത്ത് 2 രൂപ 10 പൈസ വന്നു. കറക്റ്റ് അല്ലേ? സോ നഷ്ടം എത്രയാ മക്കളെ? 2 രൂപ മൈനസ് 2.1 ഇൻറ്റു 1100, 110 രൂപ നഷ്ടം വന്നത്. കറക്റ്റ് അല്ലേ? പൊട്ട വാരിയൻസ് അല്ലേ? 2 രൂപ എന്ന് വിചാരിച്ചോടത്ത് 2 രൂപ 10 പൈസ വന്നു അല്ലെ? 2 രൂപ ചെലവ് വരുന്നിടത്ത് 2 രൂപ 10 പൈസ. എക്സ്ട്രാ എമൗണ്ട് നമുക്ക് ചെലവ് വന്നു, 10 പൈസ എക്സ്ട്രാ വന്നു. അങ്ങനെ എത്ര ക്വാണ്ടിറ്റിക്ക് വന്നു? 1000 ഗ്രാമിന് വന്നു. അപ്പൊ 1100 ഇൻറ്റു 0.1, 110 രൂപ. നെഗറ്റീവ് 110 വരുന്നത് അല്ലെ? മൈനസ് 110 വരുന്നത്. നഷ്ടമാണല്ലേ? നഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക അതിനെ? അഡ്വേഴ്സ് വാരിയൻസ്. എന്താ നമ്മൾ വിളിക്കുക? അഡ്വേഴ്സ് വാരിയൻസ്. ഇനി നമുക്ക് ഗ്രീൻ ചില്ലിയുടെ കണ്ടുപിടിച്ചാലോ? ഗ്രീൻ ചില്ലി പുള്ളിക്കാരൻ എത്ര രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ചേ? എന്തായിരുന്നു പുള്ളിക്കാരന്റെ ബഡ്ജറ്റ്? 1 രൂപ, 1 ഗ്രാമിന് 1 രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ചേ. ആക്ച്വലി എത്ര രൂപ വന്നു പുള്ളിക്കാരന്? 90 പൈസയെ വന്നുള്ളൂ. ആണോ? ശരി. സോ 1 രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ആക്ച്വലി എന്ത് വന്നുള്ളൂ? 0.90 അല്ലെ? 90 പൈസയെ പുള്ളിക്കാരന് വന്നുള്ളൂ. അങ്ങനെ ക്വാണ്ടിറ്റി എത്രയാ? ആക്ച്വലി നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തത്? നോക്കൂ, എത്രയാണ് കൺസ്യൂം ചെയ്തത്? 250 ഗ്രാം ആണ് പുള്ളിക്കാരൻ യൂസ് ചെയ്തത് അല്ലെ? 250 ഗ്രാം ആണ് പുള്ളിക്കാരൻ യൂസ് ചെയ്തത്. സോ 250 ഗ്രാമിന് 10 പൈസ വെച്ച് ആൾക്ക് ലാഭം കിട്ടി. കറക്റ്റ് അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 1 മൈനസ് 0.9 കാൽക്കുലേറ്ററിൽ അടിക്കാം. പ്ലസ് 0.1 അല്ലേ വരുന്നേ? ഇൻറ്റു 250. സോ 25 രൂപ നല്ല വേരിയൻസ് ആണല്ലേ? ആണോ? പ്ലസ് വാല്യൂ ആണ് നമുക്ക് വന്നത്. അപ്പൊ നല്ല വേരിയൻസാ. ഇനി അതെല്ലാം നമുക്ക് കോമൺ സെൻസ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാലോ? 1 രൂപ ചെലവ് വരുന്നിടത്ത് 90 പൈസയെ വന്നുള്ളൂ. ലാഭമല്ലേ? അപ്പോഴും പ്ലസ് അല്ലേ? ഫേവറബിൾ അല്ലേ? അതെ. അങ്ങനെ ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് വരികയാണെങ്കിൽ നെഗറ്റീവ് അഡ്വേഴ്സും അല്ലെങ്കിൽ ഫേവറബിളും. ആണോ? ശരി. സോ ഇത് നെറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക മക്കളെ? 110 രൂപ നഷ്ടവും 25 രൂപ ലാഭം. നെറ്റ് ചെയ്യുമ്പോൾ അപ്പൊ നെറ്റ് എഫക്റ്റീവ് ലാഭം എന്താ വരിക? 110 25 കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും അപ്പോ എഫക്റ്റീവ്ലി 85 രൂപ നഷ്ടം. ശരിയല്ലേ? 110 രൂപ ലാഭം, 110 രൂപ നഷ്ടം, 25 രൂപ ലാഭം. നെറ്റ് ചെയ്യുമ്പോൾ 85 രൂപ നഷ്ടം.
-110 25. ക്ലിയർ ആയോ? അപ്പൊ പ്രൈസ് വേരിയൻസിൽ നമ്മൾ എന്താ ചെയ്തത്? സിമ്പിൾ അല്ലേ? നമ്മൾ വിചാരിച്ച വില 2 രൂപയായിരുന്നു, പക്ഷെ ആക്ച്വൽ വില എത്ര വന്നു? 2 രൂപ 10 പൈസ. അപ്പൊ വിചാരിച്ച വിലനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് പ്രൈസ്. മൈനസ് ഇതെന്തായിരുന്നു? ആക്ച്വലി വന്ന വില അല്ലെ? ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ഇതെന്താ? ആക്ച്വലി നമ്മൾ എത്ര കൺസ്യൂം ചെയ്തു, പരിപ്പോട ഉണ്ടാക്കാൻ എത്ര നമ്മുടെ പരിപ്പ് എടുക്കേണ്ടി വന്നു, ആണോ? അപ്പൊ എന്താ ഫോർമുല മക്കളെ? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. സോ പ്രൈസ് വേരിയൻസ് കഴിഞ്ഞില്ലേ? ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി അടുത്ത വേരിയൻസ് എന്താ? യൂസേജ് വേരിയൻസ്. എന്താ മക്കളെ യൂസേജ് വേരിയൻസ്? ആ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യൂസേജ് വേരിയൻസ്. യൂസേജ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വന്ന വ്യത്യാസം. കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വന്ന വ്യത്യാസം. പരിപ്പ് ഉണ്ടാക്കാനേ നമുക്ക് എത്ര കിലോഗ്രാം വേണ്ടി വരുമെന്ന് നമ്മൾ വിചാരിച്ചേ? 1000 കിലോഗ്രാം. 100 പരിപ്പട ഉണ്ടാക്കാൻ 1000 കിലോഗ്രാം അല്ല, 1000 ഗ്രാം വേണ്ടി വരുന്നതാണ് നമ്മൾ വിചാരിച്ചത് അല്ലെ? പക്ഷെ ആക്ച്വലി നമുക്ക് എത്ര വേണ്ടി വന്നു? 1100 ഗ്രാം വേണ്ടി വന്നു അല്ലെ? 1000 ഗ്രാം വേണ്ടി വരുന്ന വിചാരിച്ചത് അല്ലെ? പക്ഷെ ആക്ച്വലി എത്ര വേണ്ടി വന്നു നമുക്ക്? 1100 ഗ്രാം വേണ്ടി വന്നു, ആണോ? അപ്പൊ യൂസ് ചെയ്തത് കൂടിപ്പോയി. കറക്റ്റ് അല്ലേ? പരിപ്പ് യൂസ് ചെയ്ത് കൂടിപ്പോയി. സോ 1000 ഗ്രാം വേണ്ടി വന്നു ചോളത്തോട് 1100 ഗ്രാം വേണ്ടി വന്നു. ഇനി ഇത് ഏത് വിലക്കാ? എന്ത് വിലയാണ് നിങ്ങൾ എടുക്കേണ്ടത്? സ്റ്റാൻഡേർഡ് പ്രൈസ് എടുക്കണം മക്കളെ. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്തായിരുന്നു? നോക്കിക്കേ. സ്റ്റാൻഡേർഡ് പ്രൈസ് എന്താ? 1 ഗ്രാമിന് ദാലിന് എത്രയാവുന്ന വിചാരിച്ചേ? 2 രൂപ അല്ലെ? ആണോ? 2 രൂപ ആവുന്നതാണ് വിചാരിച്ചത് അല്ലെ? നമ്മൾ ആ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇമ്മീഡിയറ്റ്ലി വരാവുന്ന ഒരു ചോദ്യം എന്താ? സാറ് ആക്ച്വൽ പ്രൈസ് അല്ലേ എടുക്കണ്ടേ? ആക്ച്വൽ പ്രൈസ് ആ വിലയ്ക്ക് ആള് മേടിച്ചിട്ടുണ്ടാവും, അപ്പൊ അതല്ലേ നഷ്ടം വരും? അല്ല മക്കളെ, ഓൾറെഡി നമ്മൾ ആക്ച്വൽ പ്രൈസിലുള്ള വാരിയേഷൻ ഇവിടെ അസസ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എവിടെ അസസ് ചെയ്തു? ഇവിടെ അസസ് ചെയ്ത് കഴിഞ്ഞു. വൺസ് പ്രൈസ് വേരിയൻസ് കാണാനായിട്ട് അങ്ങനെ ആ പ്രൈസ് ഡിഫറൻസ് നമ്മൾ ഇവിടെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ എല്ലായിടത്തും ഏത് പ്രൈസ് എടുക്കുക? സ്റ്റാൻഡേർഡ് പ്രൈസ് എടുക്കുക. ക്ലിയർ ആയോ? എന്താ എടുക്കുക? സ്റ്റാൻഡേർഡ് പ്രൈസ് എടുക്കുക. അപ്പൊ 1000 ഗ്രാം വേണ്ടി വരുന്ന വിചാരിച്ചു കൊടുത്ത് 1100 ഗ്രാം വേണ്ടി വന്നു. അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാ? 2 രൂപ. അപ്പൊ 100 ഗ്രാം എക്സ്ട്രാ വേണ്ടി വന്നു അല്ലെ? അപ്പൊ ഒരു ഗ്രാമിന്റെ വില എത്രയാ? 2 രൂപ. അപ്പൊ നമ്മുടെ നഷ്ടം എത്രയാ? ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ആക്ച്വൽ പ്രൈസ് എടുക്കാത്തതെന്ന് മനസ്സിലായോ? ആക്ച്വൽ പ്രൈസ് വേരിയൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പൊ നമ്മൾ എന്ത് എടുക്കുള്ളൂ? സ്റ്റാൻഡേർഡ് പ്രൈസേ എടുക്കുള്ളൂ. അപ്പൊ എത്രയാ വാരിയൻസ് വരിക? 1000 ഗ്രാം വേണ്ടി വരുന്നു ചേർത്തു, 1100 ഗ്രാം വേണ്ടി വന്നു അല്ലെ? സോ -100 വരുന്നത് അല്ലെ? നഷ്ടമാണല്ലേ നമുക്ക്? 100 × 2 200 രൂപ നഷ്ടമാണ് അല്ലെ? 200 ഗ്രാം നഷ്ടമാണ്. 1 ഗ്രാമിന് 2 രൂപ വെച്ചിട്ട് 200 രൂപ നഷ്ടമാണ്. നഷ്ടമാണെങ്കിൽ എന്ത് വാരിയൻസാ മക്കളെ? അഡ്വേഴ്സ് വാരിയൻസ്. എന്ത് വാരിയൻസാ? അഡ്വേഴ്സ് വാരിയൻസ്. ഇനി നമുക്ക് മുളകിന്റെ കാര്യം എടുത്താലോ? മുളക് എത്ര ഗ്രാം വേണ്ടി വരുന്ന നമ്മൾ വിചാരിച്ചേ? 1 ഗ്രാം 5 ഗ്രാം ഒരു പരിപ്പോട ഉണ്ടാക്കാൻ, 100 പരിപ്പോട ഉണ്ടാക്കാൻ 5 ഗ്രാം വെച്ചിട്ട് 500 ഗ്രാം മുളക് വേണ്ടി വരുന്ന വിചാരിച്ചല്ലേ? സോ 500 ഗ്രാം വേണ്ടി വരുന്ന വിചാരിച്ചു. ആക്ച്വലി എത്ര വേണ്ടി വന്ന മക്കളെ? ആക്ച്വലി എത്ര വേണ്ടി വന്ന നോക്കിക്കേ. ആക്ച്വലി എന്താ വേണ്ടി വന്നതാ? 250 ഗ്രാമേ വേണ്ടി വന്നുള്ളൂ. എത്ര വേണ്ടി വന്നുള്ളൂ നമുക്ക്? 250 ഗ്രാമേ വേണ്ടി വന്നുള്ളൂ. സോ 250 ഗ്രാം. 500 ഗ്രാം വേണ്ടി വരുന്ന കുറച്ച് 250 ഗ്രാം വേണ്ടി വന്നു. എത്രയായിരുന്നു അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ്? 1 രൂപ അല്ലെ? 1 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാന്ന പുള്ളിക്കാരൻ വിചാരിച്ചല്ലേ? ആണോ? അതെ. സോ 500 250 കുറച്ചാ 250 പോസിറ്റീവ് വരും അല്ലെ? ഇൻറ്റു 1 250 പ്ലസ് ആണ് വരുന്നത് അല്ലെ? എന്ത് വാരിയൻസാ? ഫേവറബിൾ വാരിയൻസ്. നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കിയേ. 500 ഗ്രാം വേണ്ടി വരുന്ന വിചാരിച്ചു, പക്ഷെ 250 ഗ്രാമേ ഉപയോഗിച്ചുള്ളൂ അല്ലെ? 250 ഗ്രാമേ ഉപയോഗിച്ചുള്ളൂ. വിച്ച് മീൻസ് ബാക്കി ലാഭമായി. സോ നല്ലതാണല്ലേ? സോ 250 ഫേവറബിൾ. പരിപ്പയുടെ ടേസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? 200 നഷ്ടം, 250 ലാഭം. അപ്പൊ എഫക്റ്റീവ് എന്താ? 250 ലാഭം, അതിൽ നിന്ന് 200 നഷ്ടം പോയി കഴിഞ്ഞാൽ ബാക്കി 50 ഫേവറബിൾ. 50 ഫേവറബിൾ. നല്ല വാരിയൻസ് അല്ലേ ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്നത്? രണ്ട് വാരിയൻസും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാ വരിക? 200 നഷ്ടവും 250 ലാഭവും. അപ്പൊ ഈ ലാഭത്തിൽ നിന്ന് 200 നഷ്ടം പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 50 ലാഭം അല്ലേ? ആണോ? ഇപ്പൊ ഇതെന്ത് വാരിയൻസാ? ഫേവറബിൾ വാരിയൻസ്. ഇതെന്ത് വാരിയൻസാ? അഡ്വേഴ്സ് വാരിയൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഫോർമുല എന്താ സാറേ? നമ്മൾ എന്താ പറഞ്ഞ? 1000 ഗ്രാം വേണ്ടി വരുമെന്ന് വിചാരിച്ചു അല്ലെ? അതിനെന്താ നമ്മൾ വിളിക്കുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അതിന് നമ്മൾ എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. മൈനസ് ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി വേണ്ടി വന്നു? 1100 അല്ലെ? അതിന് നമുക്ക് എന്ത് വിളിക്കാം? ആക്ച്വൽ ക്വാണ്ടിറ്റി. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ആക്ച്വൽ ക്വാണ്ടിറ്റി.
ആണോ? ഇൻറ്റു ഇൻറ്റു എന്തോടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ? സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട്. എന്തോടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ? സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ യൂസേജ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ലോജിക് ആണല്ലേ? എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വിചാരിച്ചു, ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി വേണ്ടി വന്നു, അത് തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ യൂസേജ് വാരിയൻസ് നേട്ടാ എത്ര ക്വാണ്ടിറ്റി വേണമായിരുന്നു, എത്ര ക്വാണ്ടിറ്റി ആക്ച്വലി എടുത്തു. യൂസേജ് വാരിയൻസ്. പ്രൈസ് വാരിയൻസ് എന്താ? ഇത്ര പ്രൈസ് ആണ് പ്രതീക്ഷിച്ചത്, ആക്ച്വൽ പ്രൈസ് എന്ത് വന്നു ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇതിന്റെ നമ്മൾ മൊത്തം കോസ്റ്റ് വാരിയൻസിന്, നമ്മുടെ കോസ്റ്റ് വാരിയൻസ് എത്രയായിരുന്നു മക്കളെ? കോസ്റ്റ് വാരിയൻസ് എത്രയായിരുന്നു? നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലെ? എത്രയായിരുന്നു? 35 രൂപ അഡ്വേഴ്സ് ആയിരുന്നു അല്ലെ? 35 രൂപ അഡ്വേഴ്സ് ആയിരുന്നു. സോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് വാരിയൻസ് എന്താ? 35 രൂപ അഡ്വേഴ്സ് ആണ്. ആണോ? അപ്പൊ ഈ കോസ്റ്റ് വാരിയൻസ് നമ്മുടെ, അതായത് ഇയാളുടെ ബഡ്ജറ്റ് പ്രകാരം ഇയാൾക്ക് 2500 ചെലവ് വരേണ്ടത് 2535ആയി. അപ്പൊ നമുക്ക് നഷ്ടം എത്ര വന്നു? 35 രൂപ നഷ്ടം വന്നു. ആ നഷ്ടമാണ് 35 രൂപ അഡ്വേഴ്സ് അല്ലേ? അത് വരാനുള്ള കാരണം എന്താ? പ്രൈസ് കൊണ്ടുള്ള വ്യത്യാസം. പ്രൈസ് മാറിയത് കൊണ്ട് നമുക്ക് എത്ര രൂപ നഷ്ടം വന്നു? പ്രൈസ് മാറിയതുകൊണ്ട് നമുക്ക് എത്ര രൂപ നഷ്ടം വന്നു? 85 അഡ്വേഴ്സ് നഷ്ടം വന്നു. ആണോ? 85 രൂപ നഷ്ടം വന്നു. അപ്പൊ അതെന്താ? അഡ്വേഴ്സ്. ഇനി യൂസേജ് കുറഞ്ഞതുകൊണ്ട് 50 രൂപ ലാഭവും വന്നു അല്ലെ? അപ്പൊ നെറ്റ് എഫക്ട് എന്താ? 50 രൂപ ലാഭവും വന്നു. സോ നെറ്റ് എഫക്ട് എന്താ? 85 രൂപ നഷ്ടം, 50 രൂപ ലാഭം. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 85 രൂപ നഷ്ടത്തിൽ നിന്ന് 50 രൂപ ലാഭം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 35 രൂപ നഷ്ടം. 35 രൂപ നഷ്ടം. അത് തന്നെയല്ലേ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് നമുക്ക് ഇവിടെ കിട്ടിയത്? 35 രൂപ നഷ്ടം. ആണോ? മനസ്സിലായോ? അപ്പൊ ഇത് എപ്പോഴും ഇങ്ങനെ കിട്ടണം. കാരണം എന്താ? ഈ പ്രൈസ് വാരിയൻസും യൂസേജ് വാരിയൻസും സിമ്പിൾ ടേംസിൽ വേറെ ഒന്നുമല്ല, ഈ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് വാരിയൻസ് പ്ലസ് യൂസേജ് വാരിയൻസ് ആണ്. പ്രൈസ് വാരിയൻസ് പ്ലസ് യൂസേജ് വാരിയൻസ് ആണ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഇനി ഇതിനെ എങ്ങനെയൊക്കെ നമ്മൾ ഫോമിലൊക്കെ മറന്നിട്ടൊന്ന് ആലോചിക്കും. ഇതിന്റെ ലോജിക്ക് എന്താ? സിമ്പിൾ ലോജിക് ആണ്. എന്താ ലോജിക്ക്? ഞാൻ പരിപ്പോട ഉണ്ടാക്കാൻ 2500 രൂപ ചെലവ് വരുന്നു വിചാരിച്ചു. ആക്ച്വലി എനിക്ക് എന്ത് ചെലവ് വന്നു? 2535 രൂപ എനിക്ക് ചെലവ് വന്നു അല്ലെ? 2535 രൂപ എനിക്ക് ചെലവ് വന്നു. അപ്പൊ എക്സ്ട്രാ എത്ര ചെലവ് വന്നു? 35 രൂപ എനിക്ക് അഡ്വേഴ്സ് ചെലവ് വന്നു. പ്രാക്ടിക്കൽ സെൻസിൽ ആലോചിക്കാം. എന്തുകൊണ്ടാ ചെലവ് വരാൻ കാരണം? പ്രൈസ് വേരിയൻസ് വന്നു. ഞാൻ വിചാരിച്ചത് 2 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് പരിപ്പ് കിട്ടുന്ന, പക്ഷെ എത്ര രൂപയ്ക്ക് കിട്ടിയേ? 2 രൂപ 10 പൈസക്ക് കിട്ടിയേ. അതുപോലെ പച്ചമുളക് 1 രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ 90 പൈസ ആണ് എനിക്ക് വന്നുള്ളൂ. അപ്പൊ ഇവിടെ നഷ്ടം വന്നു. ദാല് മേടിച്ചതിൽ 110 രൂപ നഷ്ടം വന്നു. അതുപോലെ ഗ്രീൻ ചില്ലി മേടിച്ചതിൽ 25 രൂപ ലാഭവും വന്നു. അപ്പൊ നെറ്റ് എഫക്ട് 110 രൂപ നഷ്ടവും 25 രൂപ ലാഭം. നെറ്റ് നഷ്ടം എത്ര വന്നു? 85 രൂപ നഷ്ടം വന്നു അല്ലെ? മനസ്സിലായോ ലോജിക്ക്? 85 രൂപ എനിക്ക് നഷ്ടം വന്നു പ്രൈസും ഉണ്ട്. അതുപോലെ ഞാൻ ഉപയോഗിച്ചതിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് എത്ര രൂപ നഷ്ടം വന്നു? ഞാൻ വിചാരിച്ചത് 1000 ഗ്രാം ദാല് വേണ്ടി വരുന്നോണ്ട് വിചാരിച്ചെടുത്ത് 1200 ഗ്രാം, 100 ഗ്രാം എക്സ്ട്രാ ദാല് വേണ്ടി വന്നു അല്ലെ? ആണോ? അതിന് എനിക്ക് എത്ര രൂപ നഷ്ടം വന്നു? 200 രൂപ നഷ്ടം വന്നു. പക്ഷെ മുളക് 500 ഗ്രാം വേണ്ടി വരുന്നു വിചാരിച്ചെടുത്ത് 250 ഗ്രാമേ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. അവിടെ ലാഭം വന്നു. അപ്പൊ 200 ഗ്രാം നഷ്ടവും വന്നു ഉപയോഗിച്ചതിന്റെ കണക്കില്. ദാലിൽ ഒരു 200 രൂപ നഷ്ടവും വന്നു. എന്നാ പച്ചമുളക് ഉപയോഗിച്ചത് 250 രൂപ ലാഭം വന്നു. അപ്പൊ നെറ്റ് 50 രൂപ എന്ത് വന്നു? ലാഭം വന്നു. ആണോ? 50 രൂപ ലാഭം വന്നു. നോക്കിക്കേ, കറക്റ്റ് അല്ലേ? 85 നഷ്ടം, 50 ലാഭം. ഇപ്പൊ എഫക്ട് എന്താ? 35 രൂപ നഷ്ടം. മനസ്സിലായോ? പ്രാക്ടിക്കൽ സിനാരിയോയില് അയാളെ ബഡ്ജറ്റിൽ നിന്നും എന്തുകൊണ്ട് അയാൾക്ക് കൂടുതൽ ചെലവ് വന്നു? എന്താണ് റീസൺ? പ്രൈസ് കൊണ്ട് വന്ന വാരിയൻസ് 85 രൂപ നഷ്ടവും, ഉപയോഗം കൊണ്ട് വന്ന വാരിയൻസ് 50 രൂപ ലാഭവും ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാണ് ബേസിക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെറ്റീരിയലിൽ വരുന്നത്. ഓക്കെ. ഇനി ഇതിലൊരു വേരിയേഷൻ വരാമെന്ന് എന്താണെന്ന് അറിയോ മക്കളെ? ഇനി നമ്മളെ യൂസേജ് വാരിയൻസ് ഇല്ലേ? യൂസേജ് വാരിയൻസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു അല്ലെ? നമ്മുടെ യൂസേജ് വാരിയൻസ് എത്രയാ മക്കളെ? നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലെ? എത്രയാണ്? ഉപയോഗിച്ചത് കൊണ്ടുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. യൂസേജ് വാരിയൻസ് എത്രയാ? 50 രൂപ അല്ലെ? 50 രൂപ ഫേവറബിൾ ആണോ? നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട് അല്ലെ? 50 രൂപ ഫേവറബിൾ. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് മിക്സ് വാരിയൻസ്. ഫസ്റ്റ് എന്താ മക്കളെ? മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. രണ്ടാമത്തെ എന്താണെന്ന് അറിയാവോ മക്കളെ?
മെറ്റീരിയൽ yield variance. രണ്ടാമത്തെ എന്താണ്? മെറ്റീരിയൽ yield variance. സോ ഉപയോഗം മാറാനുള്ള കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കണക്ക് പ്രകാരം ഇതെന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഇയാള് പരിപ്പോട ഉണ്ടാക്കുമ്പോഴേ, ഈ പുള്ളിക്കാരൻ പരിപ്പോട ഉണ്ടാക്കുമ്പോ ഒരു പരിപ്പോട ഉണ്ടാക്കാൻ ആൾ എങ്ങനെയാ എടുക്കേണ്ടിയിരുന്നത്? ദാൽ എങ്ങനെ എടുക്കണ്ടേ? ദാല് 10 ഗ്രാം ആണോ? മുളക് എത്ര എടുക്കണ്ടേ? ഗ്രീൻ ചില്ലി 5 ഗ്രാം അല്ലേ? അപ്പോ 100 പരിപ്പോട ഉണ്ടാക്കാൻ പുള്ളിക്കാരൻ എത്ര ദാൽ എടുക്കണമായിരുന്നു? 100 × 10. നമ്മൾ ഓൾറെഡി ചെയ്താട്ടോ. 1000 ഗ്രാം ദാൽ എടുക്കണമായിരുന്നു. കറക്റ്റ്. പച്ചമുളക് എത്ര എടുക്കണമായിരുന്നു? 100 പരിപ്പോടക്ക് 5 ഗ്രാം വെച്ചിട്ട് 500 ഗ്രാം ദാൽ എടുക്കണമായിരുന്നു. അപ്പൊ ഇതിന്റെ റേഷ്യോ നിങ്ങൾ നോക്കിയേ, ഏത് റേഷ്യോയിലാണ് നമ്മൾ പോകേണ്ടത്? 1000:500 അല്ലെ? സോ ദാൽ ടു ഗ്രീൻ ചില്ലി. ഈ റേഷ്യോ നമുക്കൊന്ന് ചെറുതാക്കിയാലോ? രണ്ടിന്നും വെട്ടിക്കളയാം. 10:5 ആണോ? 10:5. ഈ റേഷ്യോയിലാണ് പുള്ളിക്കാരൻ എടുക്കേണ്ടത് അല്ലെ? 10:5, അല്ലെങ്കിൽ പിന്നെയും വേണമെങ്കിൽ ചെറുതാക്കാം 2:1. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. സോ 10 ഗ്രാം ദാലിന് 5 ഗ്രാം ചില്ലി. ഇതാണല്ലോ പുള്ളിക്കാരൻ എടുക്കണ്ടേ? 10 ഗ്രാം ദാലിന് 5 ഗ്രാം ചില്ലി. ഈ റേഷ്യോയിലാണ് പുള്ളിക്കാരൻ എടുക്കേണ്ടത് അല്ലെ? ഇനി ആക്ച്വലി പുള്ളിക്കാരൻ ഏത് റേഷ്യോയിൽ എടുത്തേ? ഈ 10:5 ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? മിക്സ്, പ്രൊഡക്റ്റ് മിക്സ്, റോ മെറ്റീരിയൽ മിക്സ്, ഇൻപുട്ട് മിക്സ്. ക്ലിയർ ആയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ ഏത് റേഷ്യോയില് അതിന്റെ ഇൻപുട്സ് ഇടണം. സോ നല്ല പരിപ്പോട ഉണ്ടാക്കണമെങ്കിൽ ദാല് 10 ഗ്രാം ആണെങ്കിൽ ഗ്രീൻ ചില്ലി എത്ര ഗ്രാം വേണം? 5 ഗ്രാം വേണം. അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താ? 2:1. 2 ഗ്രാം ദാലിന് 1 ഗ്രാം പച്ചമുളക് വേണം. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് മിക്സ്. ഇതിനാണ് എന്ത് വിളിക്കുക? സ്റ്റാൻഡേർഡ് മിക്സ്. ഇനി പുള്ളിക്കാരൻ ആക്ച്വലി എത്ര ദാൽ എടുത്തേ? നമുക്ക് അറിയാലോ, നമ്മൾ പലതവണ പറഞ്ഞാണ് ഈ ഫിഗർ അല്ലെ? ദാൽ എത്ര ഗ്രാം എടുത്തേ? 1100 ഗ്രാം ദാൽ എടുത്തു പുള്ളിക്കാരൻ. എത്ര എടുത്തു? 1100 ഗ്രാം ദാൽ എടുത്തു. ഇനി ഗ്രീൻ ചില്ലി ആണെങ്കിലോ? ഗ്രീൻ ചില്ലി പുള്ളിക്കാരൻ എത്ര ഗ്രാം എടുത്തേ? 250 ഗ്രാം. 250 ഗ്രാം ആണ് പുള്ളിക്കാരൻ ഗ്രീൻ ചില്ലി എടുത്തത് അല്ലെ? ആണോ? ഇവിടുത്തെ റേഷ്യോ എങ്ങനെയാ വരിക? നമുക്കൊന്ന് എഴുതി വെക്കാലോ. 1100:250. 1100:250. അതിൽ 0 വെട്ടിക്കളഞ്ഞു. ബാക്കി എത്രയാ? 110:25. ഇതിൽ പിന്നെയും 5 പോവും അല്ലെ? പിന്നെയും ചെറുതാക്കി എത്രയാ വരിക? 20:5. പിന്നെ 5 പോവും. കറക്റ്റ്. സോ 4:1. പുള്ളിക്കാരൻ ഏത് റേഷ്യോയിൽ എടുത്തത്? ഇത് 4:1 എന്നുള്ള റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. 4:1 റേഷ്യോയാണ് എടുത്തിട്ടുള്ളത് അല്ലെ? ആണോ? ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? 1100:25. സോ 110:25. 110-ല് 5 എത്ര തവണയാ പോവാ? 110/5 20 22 വരാം കേട്ടോ. സോറി, 22:5. ഞാൻ വൃത്തിക്ക് എഴുതാവേ. 22:5 ഈ റേഷ്യോയിൽ എടുത്തല്ലേ? ആണോ? ഈ റേഷ്യോയിൽ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ നഷ്ടമാണ് അല്ലെ? പ്രോപ്പർ ക്വാണ്ടിറ്റിയിലല്ല എടുത്തേ. കാരണം എന്താ? നമുക്ക് ഏത് റേഷ്യോ വേണ്ടേ? 2/1 ആണ് വേണ്ടത് അല്ലെ? ഇവിടുത്തെ റേഷ്യോ എന്താ? 22/5. 2/1 എന്ന് പറയുമ്പോൾ 2:1. 2/1 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരാ? 2 അല്ലെ? ഇവിടെ എത്ര വരാ? 22/5. 4.4. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാം മുളക് എടുക്കണ്ടോ? 1 ഗ്രാം മുളകിന് 2 ഗ്രാം ദാൽ എന്നുള്ള കണക്ക് പോയിട്ട് 1 ഗ്രാം മുളകിന് 4 ഗ്രാം ദാൽ എന്നുള്ള കണക്കിലാണ് പോയത്. സോ മിക്സ് മാറിപ്പോയി അല്ലെ? പരിപ്പോട ഉണ്ടാക്കേണ്ട മിക്സ് അദ്ദേഹത്തിന് മാറി. ആ മിക്സ് മാറിയത് കൊണ്ട് എന്ത് നഷ്ടം വന്നു എന്നുള്ളതാണ് എന്ത് നമ്മൾ എവിടെ കണ്ടുപിടിക്കുന്നത്? മിക്സ് വാരിയൻസിൽ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ? കൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് മിക്സ് വാരിയൻസ്? അപ്പൊ മക്കളെ, ഒരു പരിപ്പോട ഉണ്ടാക്കാൻ നമുക്ക് 1 ഗ്രാം മുളകിന് 2 ഗ്രാം ദാലാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ എന്താ എടുത്തേ? ആക്ച്വലി എടുത്തത് എന്താ? 1 ഗ്രാം മുളകിന് 4 ഗ്രാം ദാലാണ് എടുത്തത്. സോ മുളക് എടുത്തത് കുറഞ്ഞു പോയി. ആണോ? അപ്പൊ മിക്സ് മാറിപ്പോയി അല്ലെ? പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട മിക്സ് മാറിപ്പോയി, പ്രൊപ്പോർഷൻ മാറി. ആ
പ്രൊപ്പോർഷൻ. ആ പ്രൊപ്പോർഷൻ മാറിയത് കൊണ്ട് എന്ത് വാരിയൻസ് വന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത് മിക്സ് വാരിയൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇനി പറയാൻ പോകും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളൊരു സംഭവം കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ കണ്ടുപിടിച്ചിട്ട് പറയാം. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ ആഡ് ആക്ച്വൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും, നമ്മുടെ കേസിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? പരിപ്പും അതുപോലെ തന്നെ മുളകും അല്ലെ. ഈ പരിപ്പിന്റെയും മുളകിന്റെയും മൊത്തം ക്വാണ്ടിറ്റീസ് നിങ്ങളൊന്ന് ആഡ് ചെയ്തേ. ഒന്ന് ആഡ് ചെയ്തേ. ആക്ച്വലി കൺസ്യൂം ചെയ്ത് എത്രയാ നോക്കിക്കേ. ദാല് 1100 ഗ്രാമും ഗ്രീൻ ചില്ലി 250 ഗ്രാമും അല്ലെ. ആണോ? അപ്പൊ ദാല് 1100 ഗ്രാം, ഗ്രീൻ ചില്ലി 250 ഗ്രാം ആണോ? ടോട്ടൽ ചെയ്യുമ്പോ എത്ര മൊത്തം വരുന്നത്? 1100 പ്ലസ് 250, 1350 ഗ്രാം ആണോ? 1350 ഗ്രാം. ഇതാണ് സ്റ്റെപ്പ് വൺ. സ്റ്റെപ്പ് ടൂല് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? സ്റ്റെപ്പ് ടൂല് മൊത്തം നമ്മൾ 1350 ആക്ച്വലി കൺസ്യൂം ചെയ്തു അല്ലെ. ആണോ? ഇത് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനില് നമ്മുടെ ഒറിജിനൽ റേഷ്യോയിലാണ് കൺസ്യൂം ചെയ്തിരുന്നെങ്കിൽ, ഒറിജിനൽ റേഷ്യോ എന്താ? 2:1. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ എളുപ്പത്തിന് ഞാൻ എഴുതാം 10:5 ആണോ? 10 ഗ്രാം ദാലും 5 ഗ്രാം മുളകും ഈ റേഷ്യോയിലാണ് എടുക്കേണ്ടത്. ഈ 1350 ഗ്രാം ഈ റേഷ്യോയിലാണ് എടുത്തിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ മുളകും സ്റ്റാൻഡേർഡ് റേഷ്യോ എങ്ങനെയായിരിക്കും നമ്മൾ ദാലും പച്ചമുളകും എടുത്തിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ച്വലി നമ്മൾ എത്ര കൺസ്യൂം ചെയ്തു? 1100 ഗ്രാം ദാൽ എടുത്തു 100 ഗ്രാം പരിപ്പൂട ഉണ്ടാക്കാൻ, 250 ഗ്രാം പച്ചമുളകും എടുത്തു 100 ഗ്രാം പരിപ്പൂട ഉണ്ടാക്കാൻ. ഇത് ഇയാൾ കൃത്യമായിട്ട് മിക്സ് ചെയ്തിരുന്നെങ്കിലോ, അതായത് ഈ റേഷ്യോയിലാണ് അദ്ദേഹം മിക്സ് ചെയ്തിരുന്നെങ്കിൽ എത്ര ഗ്രാം ദാൽ എടുക്കണമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. സോ 1350 ഗ്രാം ഇയാൾ മൊത്തം എടുത്തു, മുളകും ദാലും ഉൾപ്പെടെ. ശരിക്കും മുളക് എത്ര എടുക്കണമായിരുന്നു? 10:5 എന്ന് പറയുമ്പോൾ 10/15 മുളക് എടുക്കണമായിരുന്നു അല്ലെ. ആണോ? അല്ലെ? അല്ലെങ്കിൽ 2:3 മുളക് വേണമായിരുന്നു. കറക്റ്റ് അല്ലേ? സോ 1350 ഗ്രാമിൽ ശരിക്കും മുളക് എത്ര വേണമായിരുന്നു? 10/15 എന്നുള്ള റേഷ്യോയില് വേണം. കറക്റ്റ് ആണോ? യെസ്. സോ 1350 ഇൻറ്റു 10/15 എത്ര വരുന്ന മക്കളെ? 900 ഗ്രാം. ശരിക്കും 1350 ഗ്രാം ഇയാൾ ഉപയോഗിച്ചതിൽ 900 ഗ്രാം എന്താ വേണ്ടിയിരുന്നത്? ദാൽ എടുക്കണം അല്ലെ. ഇനി ഗ്രീൻ ചില്ലി എത്ര വേണ്ടിയിരുന്നേ? 1350 ഗ്രാമില് 5/15 ഗ്രീൻ ചില്ലി വേണമായിരുന്നു അല്ലെ. സോ എത്ര വരെ? 1350 ഇൻറ്റു 5/15, സോ 450 ഗ്രാംസ്. ശരിക്കും ഇയാള് പരിപ്പോട ഉണ്ടാക്കാൻ ദാലും പച്ചമുളകും ഉൾപ്പെടെ 1350 ഗ്രാം ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 1350 ഗ്രാം ശരിക്കും അയാൾ എടുക്കേണ്ട റേഷ്യോയില്, ശരിക്കും പരിപ്പോട ഉണ്ടാക്കാനുള്ള റേഷ്യോ എന്താ? 10 ഗ്രാം പരിപ്പിന് 5 ഗ്രാം മുളക്. ആ റേഷ്യോയിലാണ് എടുത്തിരുന്നെങ്കിൽ എത്ര ഗ്രാം വെച്ച് എടുക്കണമായിരുന്നു? 900 ഗ്രാം ദാലും 450 ഗ്രാം പച്ചമുളകുമാണ് എടുക്കേണ്ടിയിരുന്നത് അല്ലെ. ഈ സ്റ്റെപ്പ് ടൂല് വന്ന ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്താ വിളിക്കുക? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ് ഈ പേര്? ഇത് ഞാനിട്ട പേരാണ്, അത് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കണമെന്ന് അറിയോ? നമ്മള് ആക്ച്വൽ ക്വാണ്ടിറ്റിനെ ടോട്ടൽ ചെയ്തു ആണോ? ആക്ച്വൽ ക്വാണ്ടിറ്റിനെ ടോട്ടൽ ചെയ്തു, എന്നിട്ട് അതിനെ റിവൈസ് ചെയ്ത് എഴുതി. ഏത് റേഷ്യോയില് റിവൈസ് ചെയ്തു? സ്റ്റാൻഡേർഡ് റേഷ്യോയില്. ശരിക്കും പരിപ്പോട ഉണ്ടാക്കാൻ ഏത് റേഷ്യോ ഉപയോഗിക്കണമെന്നോ ആ റേഷ്യോയില് റീറേറ്റ് ചെയ്തു. സോ ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ വിളിക്കാൻ കാരണം ഇങ്ങനെ? ആക്ച്വൽ ക്വാണ്ടിറ്റി രണ്ടും കൂടെ എത്ര കൺസ്യൂം ചെയ്തു? ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്തു? റീറൈറ്റ് ചെയ്തു അല്ലെ. എങ്ങനെ റീറൈറ്റ് ചെയ്തു? ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. നമുക്ക് ഓൾറെഡി അറിയാലോ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്താന്നുള്ളത്. ആ റേഷ്യോയില് റീറൈറ്റ് ചെയ്തു. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ വിളിക്കണ പേര് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അത് പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനോ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ടോട്ടൽ ചെയ്തിട്ട് റിവൈസ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ടേം യൂസ് ചെയ്യുന്നത്. ചില ബുക്സിലും ഈ ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
മനസ്സിലായോ? അപ്പൊ നമ്മളൊരു സാധനം കണ്ടുപിടിച്ചു അല്ലെ, റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്താ മക്കളെ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി? ഒന്നുമില്ല, നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റീസ് ഈ പരിപ്പോടം ഉണ്ടാക്കാനുള്ള മൊത്തം ഇൻഗ്രീഡിയൻസിനെ എത്ര നമ്മൾ കൺസ്യൂം ചെയ്തു എന്നുള്ളത് എഴുതി, അതിനെ നോർമലി സാധാ ശരിക്കും നല്ലൊരു പണിക്കാരനായിരുന്നെങ്കിൽ ഏത് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണോ ആ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണമെങ്കിൽ എത്ര ഗ്രാം വെച്ചാണ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ചു. ആണോ? കറക്റ്റ് മിക്സ് കണ്ടുപിടിച്ചു അല്ലെ? ആണോ? ആ മിക്സിനെ അതായത് ഈ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റീനെ ആക്ച്വലി ഇവരെടുത്ത ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, ശരിക്ക് ഇതാണ് പ്രോപ്പർ മിക്സ് പ്രകാരം എടുക്കേണ്ടത്, RAQ ആണ്. പക്ഷെ ആക്ച്വലി എടുത്തത് ഇതാണ് അല്ലെ, അതിനെ നമ്മൾ വ്യത്യാസം കണ്ടിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയോ? സോ ഈ കേസില് ഇപ്പൊ ദാലിന്റെ കേസിലാണെങ്കിൽ RAQ എത്രയാ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ, RAQ എത്രയാ? 900 ഗ്രാം ആണ് അല്ലെ, എത്രയാ? 900 ഗ്രാം ആണ്. സോ 900 ഗ്രാം ആണ് ശരിക്ക് നല്ല പണിക്കാരനായിരുന്നെങ്കിൽ 900 ഗ്രാം ആണ് എടുക്കേണ്ടിയിരുന്നത്. ആണോ? ആക്ച്വലി ഇയാൾ എത്ര എടുത്തേ? 1100 ഗ്രാം എടുത്തു അല്ലെ. ദാൽ എത്ര എടുത്തേ? 1100 ഗ്രാം. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയായിരുന്നു ദാലിന്റെ? 2 രൂപ. എന്താ സാറേ സ്റ്റാൻഡേർഡ് പ്രൈസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈസ് വേരിയൻസിൽ ഓൾറെഡി നമ്മൾ ആക്ച്വൽ പ്രൈസും സ്റ്റാൻഡേർഡ് പ്രൈസും നമ്മൾ വ്യത്യാസം എലിമിനേറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് എല്ലാ വേരിയൻസിനും നമ്മൾ എന്താ എടുക്കുക? സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് എടുക്കുക. ഇനി ഗ്രീൻ ചില്ലിയുടെ കേസിലോ? ഗ്രീൻ ചില്ലിയുടെ കേസിൽ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 450 ഗ്രാം ആണ് അല്ലെ. RAQ എത്രയാ? 450 ഗ്രാം ആണ്. സോ 450 ഗ്രാം എടുക്കേണ്ടടുത്ത് പുള്ളിക്കാരൻ എത്ര ഗ്രാം ആണ് പച്ചമുളക് എടുത്തത്? 250 ഗ്രാം ആണ് ആക്ച്വലി എടുത്തത് അല്ലെ. ഇതിന്റെ പ്രൈസ് എന്തായിരുന്നു? 1 രൂപ. സോ ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം നമുക്ക്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വാലൻസ് എത്രയാണ്? സോ 900 ന്ന് 1100 കുറച്ച് 200 ഇൻറ്റു 2 400 മൈനസ് ആണ് വരിക അല്ലെ, മൈനസ് ഫിഗർ ആണ് വരിക. സോ നഷ്ടമാണ്. സോ അഡ്വേഴ്സ്. ഇവിടെയോ 450 ഗ്രാം എടുക്കേണ്ടടുത്ത് 250 ഗ്രാം എടുത്തിട്ടുള്ളൂ. സോ 200 ഗ്രാം ലാഭിച്ചു അല്ലെ. സോ 200 ഗ്രാം ഇൻറ്റു 1 200 രൂപ ലാഭമാണ്. സോ നെറ്റ് ചെയ്യുമ്പോൾ എത്രയാ വരിക മക്കളെ? 400 രൂപ നഷ്ടവും 200 രൂപ ലാഭം. 400 രൂപ നഷ്ടത്തില് 200 രൂപ ലാഭം സെറ്റ് ചെയ്താൽ ബാക്കി എത്രയാ? 200 രൂപ പിന്നെയും നഷ്ടങ്ങളുണ്ട് അല്ലെ. സോ 200 രൂപ അഡ്വേഴ്സ്. എത്രയാ വന്നേ? മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്താ മക്കളെ? 200 രൂപ അഡ്വേഴ്സ്. ഇതിന്റെ ലോജിക്ക് എന്താ? നല്ലൊരു പണിക്കാരനായിരുന്നെങ്കിൽ 900 ഗ്രാം ദാലിന് 450 ഗ്രാം ഗ്രീൻ ചില്ലി എടുക്കണ്ടായിരുന്നു. പക്ഷെ അയാൾ എടുത്ത മിക്സ് മാറിപ്പോയി. ക്ലിയർ ആയോ? സ്റ്റെപ്പ് എന്താ RAQ കാണാനുള്ളത്? ആക്ച്വൽ ക്വാണ്ടിറ്റീസ് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് അതിനെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിൽ റീറൈറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്? ഈൽഡ് വാരിയൻസ് അല്ലെ. നെക്സ്റ്റ് വാരിയൻസ് ഈൽഡ് വാരിയൻസ് കാണാൻ ഞാൻ ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇവിടെ RAQ മൈനസ് AQ ആണ് അല്ലെ. ഈ RAQ ഇവിടെ RAQ പ്ലസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഈ പ്ലസ് RAQ എന്നുള്ളത് ഈൽഡ് വാരിയൻസിൽ വരുമ്പോ എന്താവും? മൈനസ് RAQ. എന്താവും? മൈനസ് RAQ. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ല നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ എന്താ യൂസ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുക. നമ്മൾ എന്താ യൂസ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സോ ഈൽഡ് വാരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് RAQ. എങ്ങനെ ഓർത്തു വെക്കുക? ഇവിടെ പ്ലസ് RAQ ആണല്ലേ, അത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? മൈനസ് RAQ. ഇവിടെ AQ എന്നുള്ളത് എന്താവും? ഇവിടെ SQ ആവും. അതിന്റെ ലോജിക്കും ഞാൻ പറഞ്ഞുതരാം, കുറച്ച് സമയം തന്നാൽ മതി. ഇൻഡോ സ്റ്റാൻഡേർഡ് പ്രൈസ്. സോ നോക്കാം നമുക്ക്. ഞാൻ കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിന്റെ ലോജിക്ക് പറഞ്ഞുതരാം കേട്ടോ. സോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? നമ്മുടെ മുളകിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? അല്ല, ദാലിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 1000 ഗ്രാം പരിപ്പാണ് എടുക്കേണ്ടത് അല്ലെ. ആക്ച്വലി RAQ എത്രയാ വന്നേ? 900 ആണോ. 900 കുറച്ചു ഇൻഡു സ്റ്റാൻഡേർഡ് പ്രൈസ് 2 രൂപ. ഇനി പച്ചമുളകിന്റെ കേസിലോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാ വന്നേ? 500 ഗ്രാം ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത് അല്ലെ. ആക്ച്വലി റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ വന്നേ? 450 ഇൻഡു 1 രൂപ. സോ എത്ര രൂപ വരും? മൈനസ് ഇവിടെ 1000 മൈനസ് 900. സോ 100 രൂപ പോസിറ്റീവ് ആണ് അല്ലെ. സോ 200 രൂപ ഫേവറബിൾ ബാലൻസ് ആണ് വരിക. ഇവിടെയോ? ഇവിടെയും ഫേവറബിൾ ബാലൻസ് ആണ് വരിക അല്ലെ. 500 450 കുറച്ചാൽ പ്ലസ് 50 ഇൻറ്റു 1 50 രൂപ ഫേവറബിൾ ബാലൻസ്. രണ്ടും ലാഭമാണ്. കൂട്ടി എഴുതുമ്പോൾ എത്ര വരും? 250 രൂപ ഫേവറബിൾ ബാലൻസ്. കൂട്ടി എഴുതുമ്പോൾ എത്ര വരിക? 250 രൂപ ഫേവറബിൾ ബാലൻസ്. നിങ്ങൾ നോക്കിക്കേ, അപ്പൊ 250 രൂപ. അപ്പൊ ഇതിന്റെ ടോട്ടല് ഈൽഡ് വാരിയൻസ് എത്രയാ? 250 രൂപ ഫേവറബിളും മിക്സ് വാരിയൻസ് എത്രയാ? 200 രൂപ നഷ്ടവും. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരാ മക്കളെ? 250 ലാഭമുണ്ട്, 200 നഷ്ടമുണ്ട്. അപ്പൊ 250 ലാഭത്തിൽ നിന്ന് 200 നഷ്ടം സെറ്റ് ചെയ്താൽ ബാക്കി എത്രയാ? 50 രൂപ ലാഭം. 50 രൂപ ലാഭം. അതന്നെയല്ലേ നമുക്ക് കിട്ടി യൂസേജ് വാരിയൻസ്. ആണോ? കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്ത മിക്സ് വാരിയൻസും ഈൽഡ് വാരിയൻസും കറക്റ്റ് ആണ്. ഇനി ഈ ഫോർമുലയിലെ ഇത് വരാനുള്ള ലോജിക്ക് എന്താ ഞാൻ പറഞ്ഞുതരാം. എന്താ മക്കളെ യൂസേജ് വാരിയൻസ്?
എന്താ മക്കളെ യൂസേജ് വാരിയൻസിന്റെ ഫോമിൽ നമ്മൾ എന്താ എഴുതിയേ? 1000 ഗ്രാം എടുക്കേണ്ടടത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി 1100 ഗ്രാം എടുത്തു അല്ലെ? ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയായിരുന്നു മക്കളെ? എത്രയാണെന്ന് അത്. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ. ഇങ്ങനെ നമ്മൾ യൂസേജ് വാരിയൻസ് കണ്ടുപിടിച്ചത് അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്തിട്ട് മിക്സ് വാരിയൻസും അതുപോലെ ഈൽഡ് വാരിയൻസും ആക്കുന്നത് അല്ലെ? ഈൽഡ് വാരിയൻസും ആക്കുന്നത്. സോ എന്താണ് മിക്സ് വാരിയൻസ് ഞാൻ പറഞ്ഞേ? എന്താണ് മിക്സ് വാരിയൻസ് ഞാൻ പറഞ്ഞേ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ലെസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഈൽഡ് വാരിയൻസ് ഞാൻ പറഞ്ഞു അല്ലെ? ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്തോ മൈനസ് RAQ ആവും. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നുള്ളത് എന്താവും? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആവും ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? എളുപ്പമായിട്ട് ഓർത്തിരിക്കാൻ ഞാൻ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ഇത് രണ്ടും കൂട്ടുമ്പോൾ ഈ ഫോർമുലയും ഇതും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം? മേലത്തെ ഫോർമുല വരണല്ലോ, സംശയമില്ലല്ലോ. നിങ്ങൾ നോക്കിക്കേ, കിട്ടുമെന്ന് നോക്കാം അല്ലെ നമുക്ക്? RAQ. സോ ഫസ്റ്റ് ഫോർമുല RAQ മൈനസ് AQ ഇൻറ്റു SP പ്ലസ് SQ മൈനസ് RAQ ഇൻറ്റു SP ഇക്വൽ ടു വാട്ട്? ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? യൂസേജ് വാരിയൻസ് കിട്ടണം അല്ലേ? നമ്മൾ തൊട്ടുമ്പത്തെ എക്സാമ്പിൾ കണ്ടു അല്ലെ? യൂസേജ് വാരിയൻസിന്റെ ഫോർമുല എന്താ? SQ മൈനസ് AQ ഇൻറ്റു SP. ഇത് കിട്ടുമോ നോക്കിയാലോ? ഈ RAQ മൈനസ് AQ ഇൻറ്റു SP അതിനെ ഇതില് SP കോമൺ അല്ലേ? അപ്പൊ നമുക്ക് ഏതായാലും ഇങ്ങനെ എഴുതാം, RAQ മൈനസ് AQ പ്ലസ് SQ മൈനസ് RAQ ഇൻറ്റു SP. ഇങ്ങനെ എഴുതാലോ? ഇത് കോമൺ ആയതുകൊണ്ട് ഇത് ഒറ്റയ്ക്ക് എടുത്ത് എഴുതി. കറക്റ്റ് അല്ലേ? ഇക്വൽ ടു SQ മൈനസ് AQ ഇൻറ്റു SP. ഇനി എന്ത് ചെയ്യണം മക്കളെ? നോക്കിക്കേ, ഇത് പ്ലസ് അല്ലേ? ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണല്ലേ? സോ ഇതിൽ നിന്ന് ഇത് കുറച്ചാ ഇത് രണ്ടും പോയി, 0. ബാക്കിയുള്ള എന്താ നോക്കിയാൽ നിങ്ങള്? മൈനസ് AQ പ്ലസ് SQ ഇൻറ്റു SP ഇക്വൽ ടു വാട്ട്? SQ മൈനസ് AQ ഇൻറ്റു SP. ആണോ? കറക്റ്റ് അല്ലേ? ഇവിടെ പ്ലസ് SQ, ഇവിടെ പ്ലസ് SQ, ഇവിടെ മൈനസ് SQ, ഇവിടെ മൈനസ് AQ ഇൻറ്റു SP. ക്ലിയർ ആയോ? അപ്പൊ ഇത് വെട്ടിപ്പോണമെങ്കിൽ നോക്കാം. ഇതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈൽഡ് വാരിയൻസ് എഴുതാനുള്ള ഇത് മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? അപ്പോ നിങ്ങൾക്ക് മിക്സ് വാരിയൻസ് പഠിച്ച ഒരാൾക്ക് അറിയാം. മിക്സ് വാരിയൻസ് ഇനി എഴുതാനുള്ള ഈ ഫോർമുല ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. മിക്സ് വാരിയൻസ് പഠിച്ച ആൾക്കറിയാം RAQ മൈനസ് AQ ആണ് എന്ത്? ഇതെന്ന് അല്ലെ? മിക്സ് വാരിയൻസ്. അപ്പോ നെക്സ്റ്റ് ഈ ഫോമിലേക്ക് എത്തണമെങ്കിൽ ഈ RAQ ഇനി വരാൻ പാടില്ല. RAQ വെട്ടി പോകണം അല്ലെ? ഇത് ആഡ് ചെയ്യുമ്പോൾ വെട്ടി പോകണമെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താവണം? ഇത് മൈനസ് RAQ ആവണം. എന്നാലല്ലേ നേരത്തെ കാണിച്ച പോലെ അത് 0 ആയി പോവുള്ളൂ. കറക്റ്റ് അല്ലേ? അതുപോലെ AQ ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ ഈ ഫോമിലേക്ക് എത്താൻ യൂസ് ചെയ്യാത്ത എന്താ? SQ ഇവിടെ യൂസ് ചെയ്യാൻ ബാക്കി എടുക്കുന്നുണ്ട് അല്ലെ? ആണോ? ഇൻറ്റു SP. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ഈ ഇക്വേഷൻസ് വെട്ടി പോകണമെങ്കിൽ ഇതായിരിക്കണം ഇവിടുത്തെ ഫോർമുല. ഇനി എന്താ സാറേ ഈൽഡ് വാരിയൻസ്? അതെന്താ സംഭവം? ഈൽഡ് വാരിയൻസ് ഇസ് നത്തിങ് ബട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊത്തം 1000 ഗ്രാം ദാലും 500 ഗ്രാം 500 ഗ്രാം ഗ്രീൻ ചില്ലിയും വെച്ചിട്ട് വേണം. അതായത് 1500 ഗ്രാം വേണ്ടി വരുമെന്ന് വിചാരിച്ചു. എത്ര പരിപ്പോട ഉണ്ടാക്കാൻ? 100 പരിപ്പോട ഉണ്ടാക്കാൻ. പക്ഷേ നമുക്ക് എത്ര വേണ്ടി വന്നുള്ളോ? 1100 ഗ്രാം ദാല് വേണ്ടി വന്നു. പക്ഷെ ഗ്രീൻ ചില്ലി എത്ര വേണ്ടി വന്നുള്ളോ? 250 ഗ്രാം. സോ ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് 1350 ഗ്രാമേ വേണ്ടി വന്നുള്ളൂ അല്ലെ? സോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ 1500 ഗ്രാം ഇൻപുട്ട് ചെയ്യേണ്ടി വരുന്നു. 1500 ഗ്രാം ദാലും ചില്ലിയും വേണ്ടി വരും എന്ന് വിചാരിച്ചോടത്ത് 1350 ഗ്രാമേ വേണ്ടി വന്നുള്ളൂ. സോ നമ്മൾ ഇൻപുട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടി. കറക്റ്റ് അല്ലേ? ആ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഈൽഡ് വാരിയൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്താലോ? എന്താണ് മക്കളെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്? ലോജിക്കലി ആലോചിക്കുക. 1000 ഗ്രാം പരിപ്പ് വേണ്ടി വരുന്ന 1000 ഗ്രാം പരിപ്പാണ് വേണ്ടി വരുന്ന വിചാരിച്ചത് ദാല് പരിപ്പോടെ ഉണ്ടാക്കാൻ അല്ലെ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്തായിരുന്നു? 1000. എത്ര രൂപ കൊടുക്കേണ്ടി വരുന്ന വിചാരിച്ചേ? 2 രൂപ കൊടുക്കേണ്ടി വരുന്ന വിചാരിച്ചേ അല്ലെ? സോ 2 രൂപ. ഞാനിവിടെ അതിന്റെ എക്സാമ്പിൾ എഴുതിക്കോട്ടെ. ദാലിനെ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. 1000 ഇൻറ്റു 2 രൂപ വേണ്ടി വരുന്ന വിചാരിച്ചോടത്ത് ആക്ച്വലി നമുക്ക് ഇതാണ് നമ്മൾ വിചാരിച്ച കോസ്റ്റ്. പക്ഷെ ആക്ച്വലി തന്ന കോസ്റ്റ് എത്രയാ? 1100 ഗ്രാം
1100 ഗ്രാം പരിപ്പ് വേണ്ടി വന്നു. എത്ര രൂപ കൊടുക്കേണ്ടി വന്നു പരിപ്പിന്? 2 രൂപ 10 പൈസ. ആണോ? ക്ലിയർ? ഞാൻ പരിപ്പിന്റെ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 2 രൂപ 10 പൈസ നമുക്ക് ചെലവ് വേണ്ടി വന്നു. ആണോ? അപ്പൊ ആക്ച്വൽ പ്രൈസ് നമ്മൾ എന്ത് കൊടുത്തു? 2 രൂപ 10 പൈസ കൊടുത്തു. ഇതാണ് എന്ത്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഇത് ദാലിന്റെയും ഗ്രീൻ ചില്ലിയുടെയും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ടോട്ടൽ മെറ്റീരിയൽ വാരിയൻസ് ആയി. ആണോ? സോ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കിട്ടി. നെക്സ്റ്റ് എന്താ സാറേ? നെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നെക്സ്റ്റ് എന്താണ്? പ്രൈസ് വേരിയൻസ് അല്ലേ? പ്രൈസ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രൈസ് വേരിയൻസ് എന്താ? ഞാൻ വിചാരിച്ച എന്താ? എത്ര രൂപ വേണ്ടി വരുന്ന വിചാരിച്ചേ? ദാലിന് 2 രൂപ വേണ്ടി വരുന്ന വിചാരിച്ചേ. പക്ഷെ ആക്ച്വലി എനിക്ക് എത്ര രൂപ വന്നു? 2 രൂപ 10 പൈസ വന്നു. നഷ്ടമല്ലേ? ഇൻഡു അങ്ങനെ എത്ര ക്വാണ്ടിറ്റി ഞാൻ കൺസ്യൂം ചെയ്തു? പരിപ്പടം ഉണ്ടാക്കാൻ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കേണ്ടി വന്നു? 1100 ഗ്രാം. ആണോ? സോ എന്താ അതിന്റെ ഫോർമുല? 2 രൂപ വരുന്ന വിചാരിച്ചേ. സ്റ്റാൻഡേർഡ് പ്രൈസ് 2 രൂപ വരുന്ന വിചാരിച്ചേ. പക്ഷെ ആക്ച്വൽ പ്രൈസ് എത്ര വന്നു? 2 രൂപ 10 പൈസ വന്നു. എത്ര ഗ്രാം നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു പരിപ്പടം ഉണ്ടാക്കാൻ? 1100 ഗ്രാം ഉപയോഗിച്ചു. ഇതാണ് എന്ത്? പ്രൈസ് വാരിയൻസ് അല്ലെ? നെക്സ്റ്റ് എന്തായിരുന്നു? യൂസേജ് വാരിയൻസ്. എങ്ങനെ യൂസേജ് വാരിയൻസ് കണ്ടുപിടിക്കാം മക്കളെ? യൂസേജ് വാരിയൻസ് കണ്ടുപിടിക്കാം. ഞാൻ 1100 ഗ്രാം പരിപ്പ് വേണ്ടി വരുന്നു വിചാരിച്ചു. സോറി, 1000 ഗ്രാം പരിപ്പ് വേണ്ടി വരുന്ന വിചാരിച്ചല്ലേ? പക്ഷെ ആക്ച്വലി എത്ര പരിപ്പ് എടുക്കേണ്ടി വന്നു? 1100 ഗ്രാം പരിപ്പ് എടുക്കേണ്ടി വന്നു അല്ലെ? സോ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയായിരുന്നു? 2 രൂപ. എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് എടുക്കുന്നത്? എന്താ ആക്ച്വൽ പ്രൈസ് എടുക്കാത്ത? ആക്ച്വൽ പ്രൈസ് നമ്മൾ ഓൾറെഡി ഇവിടെ കൺസിഡർ ചെയ്തു. ഇനി അങ്ങോട്ട് എല്ലാ വാരിയൻസും നമ്മൾ എന്താ എടുക്കുക? സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് എടുക്കുക അല്ലെ? സോ 1100 ഗ്രാം 1000 ഗ്രാം വേണ്ടി വരുന്ന വിചാരിച്ചത് 1200 വന്നു. സോ 1000 ഗ്രാം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വേണ്ടി വരുന്ന വിചാരിച്ചോടത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി 1100 ഗ്രാം വന്നു ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ആണോ? സോ നമ്മൾ എവിടേക്ക് എത്തി? യൂസേജ് വാരിയൻസിലേക്ക് എത്തി. യൂസേജ് വാരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? മിക്സ് വാരിയൻസ് കണ്ടുപിടിച്ചു അല്ലെ? എന്താ കണ്ടുപിടിച്ചേ? മിക്സ് വാരിയൻസ് കണ്ടുപിടിച്ചു. എങ്ങനെയാ മിക്സ് വാരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചേ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു അല്ലെ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആണോ? എന്താ റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി? ആക്ച്വൽ ക്വാണ്ടിറ്റി, എല്ലാ ആക്ച്വൽ ക്വാണ്ടിറ്റിയും, എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും ആക്ച്വൽ ക്വാണ്ടിറ്റി ടോട്ടലി. എന്നിട്ട് അത് സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, കറക്റ്റ് ആയ റേഷ്യോയിലാണ് ഈ പരിപ്പോടെ മിക്സ് ചെയ്തിരുന്നതെങ്കിൽ എത്ര വരുമായിരുന്നു എന്ന് കണ്ടുപിടിക്കും അല്ലെ? സോ ടെക്നിക്കലി അത് എന്താ ചെയ്യേണ്ടത്? ആക്ച്വൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് മിക്സ്, സ്റ്റാൻഡേർഡ് ഒരു റേഷ്യോ പറയും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. 50% എ 50% ബി, അല്ലെങ്കിൽ 75% എ 25% ബി. ആ റേഷ്യോയിൽ റീറൈറ്റ് ചെയ്യും അല്ലെ? ആണോ? അതിനാണ് എന്ത് വിളിക്കുക? RQ. അതിന് നമ്മൾ എന്ത് കുറയ്ക്കും? എക്ക് കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി എന്താണ് മക്കളെ? ഈൽഡ് വാരിയൻസ്. ഞാൻ പറഞ്ഞു അല്ലെ, ഈ ഇക്വേഷൻ സെറ്റ് ആയി പോകണം അല്ലെ? ആണെങ്കിൽ ഈ ഇവിടുത്തെ പ്ലസ് ഇവിടെ വരുമ്പോ എന്താവണം? മൈനസ് RQ ആവണം. അതുപോലെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടുത്തെ ഇക്വേഷൻ, യൂസേജ് വാരിയൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? SQ മൈനസ് AQ ഇൻറ്റു 100. സോ ഈ ഫോർമുലയില് SQ വന്നിട്ടില്ല അല്ലെ? സോ SQ നമ്മൾ ഇവിടെ ഇട്ടു ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് നമ്മുടെ ചെറിയൊരു ക്ലാസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ് നമ്മുടെ അവൈലബിൾ ആണ്. സോ ക്ലാസ്സസ് വേണ്ടവർ ക്ലാസ്സസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ക്ലാസ്സിൽ ആഡ് ചെയ്യും. ഈ ക്ലാസ് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ വേണ്ടവരൊക്കെ ക്ലാസ് മേടിക്കുക. പരമാവധി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൺസെപ്ച്വലി മനസ്സിലാക്കാനായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ പരിപ്പോടയുടെ എക്സാമ്പിൾ കണ്ട പോലെ തന്നെ ആയിരിക്കും നമ്മുടെ മോസ്റ്റ് ഓഫ് ദ കൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താലേ ചെറിയ ചെറിയ ജീവിതത്തിൽ നിന്നുള്ള എക്സാമ്പിൾസ് എടുത്തിട്ടായിരിക്കും. അതുപോലെ ബാക്കി എല്ലാ CMA ഇന്ററിന്റെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. സോ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.